സർക്കാരിനെ വിളിച്ചതിന് പാർട്ടി നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് അവരെന്നെ തീരുമാനിക്കട്ടെ. ഇത് പുതിയ വാർത്തയല്ല, ഇത് 1-2 ദിവസമായ സംസാരമാണ്. ഞാൻ എൻ്റെ ഭാഗമായിട്ട് എൻ്റെ പാർട്ടി അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊരു ക്ഷണം വന്നിട്ടുണ്ട്. പക്ഷേ മന്ത്രിയുടെ ഒഫീഷ്യൽ എഴുത്ത് ഇന്നലെ വന്നപ്പോൾ ഞാൻ ഉടനെ സമ്മതിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ നോക്കൂ, നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് വല്ല പ്രസക്തിയുള്ളൂ. ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെല്ലാവർക്കും അറിയാം, ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പം നമ്മൾ അനുഭവിച്ച് 88 മണിക്കൂറിൻ്റെ ഒരു യുദ്ധം നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ്, നമ്മളെക്കുറിച്ച് എന്താണ് ലോകം അറിയുന്നത്, ഇതിലൊക്കെ നമ്മൾ എല്ലാവർക്കും ഒരു പങ്കുണ്ടാവണം. ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് ഈ കാര്യത്തിൽ ശരിക്കും പറയാൻ എനിക്കൊരു രാഷ്ട്രീയം കാണുന്നില്ല. എൻ്റെ രാജ്യം, നമ്മളെല്ലാവരും ഭാരതീയരാണ്. നമ്മുടെ ഭാരതത്തിനൊരു പ്രതിസന്ധി ഉള്ള സമയത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു ഭാരതീയ പൗരനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ വേറെ എന്ത് ഉത്തരം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നോട് പറയും. നമസ്തേ. ജന ഡിബേറ്റ് തുടങ്ങുകയാണ്. സമീപകാലത്ത് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകളിലെല്ലാം പ്രകടമാകുന്നത് തികഞ്ഞ രാജ്യവിരുദ്ധതയാണ്. രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം നിലകൊള്ളുകയെന്നത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടോ? വിദേശ രാജ്യങ്ങളിൽ ചെന്ന് രാജ്യവിരുദ്ധത വിളമ്പുന്ന രാഹുൽ സർജിക്കൽ സ്ട്രൈക്കിന് തെളിവ് ചോദിക്കുകയാണ്. ഗുരുദ്വാരകളെ ചൊല്ലി അസത്യ പ്രസ്താവന നടത്തി ഖാലിസ്ഥാൻ വിഘടനവാദികൾക്ക് ആയുധം നൽകുകയാണ്. പഹൽഗാം വിഷയത്തിൽ ഭാരതം ഒറ്റക്കെട്ടല്ലെന്ന സന്ദേശം പാകിസ്ഥാന് നൽകുകയാണ് കോൺഗ്രസ്. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനെ തുറന്നുകാട്ടാൻ കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് നിർദ്ദേശിക്കുന്നതും പാക് അനുകൂലികളെ. കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയ ശശി തരൂരിനോട് ഹൈക്കമാൻഡിന് ഇത്ര അസഹിഷ്ണുതയെന്ത്? രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് ശശി തരൂർ പറയുമ്പോൾ അതിന് മാനങ്ങളേറെയാണ്. ജന ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. രാജ്യവിരുദ്ധർക്ക് കുടപിടിക്കുന്നു കോൺഗ്രസ്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി PR ശിവശങ്കർ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് രാംകുമാർ, വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ P അനിൽകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ B റെജി എന്നിവരാണ്. രാജ്യവിരുദ്ധർക്ക് കോൺഗ്രസ് കുടപിടിക്കുന്നു എന്ന ആദ്യം ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. ആദ്യം നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് രാംകുമാറിലേക്കാണ് പോകുന്നത്. രാംകുമാർ സാർ, ഈ സമീപകാലത്ത് കോൺഗ്രസ് എടുക്കുന്ന സമീപനങ്ങളിലെല്ലാം ഒരു തരത്തിൽ രാജ്യവിരുദ്ധത, രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നേരെ തിരിഞ്ഞു നിന്ന് സംസാരിക്കുക, അന്തർദേശീയ രംഗങ്ങളിൽ അന്താരാഷ്ട്ര വേദികളിൽ പോയി രാജ്യത്തെ അപമാനിച്ച് സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെ രാജ്യവിരുദ്ധർക്ക് മുഴുവൻ വലിയ ആയുധം കൊടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് കോൺഗ്രസ് മാറുകയാണോ? അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണോ നമ്മളിപ്പോൾ ശശി തരൂരിന്റെ വിഷയത്തിൽ കാണുന്നത്? സമീപകാലത്ത് കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാ ലക്ഷ്യബോധങ്ങളും നശിച്ച രീതിയിലാണ് അതിൻ്റെ പെരുമാറ്റ രീതി. പ്രത്യേകിച്ചും പാകിസ്ഥാനിലുണ്ടായ സംഭവങ്ങൾ, അസൗകര്യം നേരിടുന്ന അവസരത്തിൽ ആശയ സംഘടനത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന പാർട്ടി ഗതികേട് കൊണ്ട് പലതും വിളിച്ചു പറയണം. ഏറ്റവും ആദ്യത്തെ പ്രതികരണം ശ്രദ്ധിച്ചോ? ആദ്യം പറഞ്ഞത് രഹസ്യാന്വേഷണ വിഭാഗം പരാജയപ്പെട്ടു. രണ്ടാമത് പറഞ്ഞത് പാർലമെൻറ്റ് ചർച്ച ചെയ്താലേ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പാർലമെൻറ്റിനെ വിളിക്കണം. ശ്രീ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ വരെ ഇങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ല എന്ന് മറ്റും പ്രസ്താവിച്ചു. ഇത് ആ പാർട്ടിയുടെ ഗതികേടിൻ്റെ സൂചനയാണ്. ഞാനതിനെ ഒരു പാർട്ടി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ഗെറ്റ് ടുഗദറാണ്. ഒരുപാട് വിവിധ ആശയങ്ങളും പ്രവർത്തന ശൈലിയുമുള്ള ഒരു ഗ്രൂപ്പ് ഒരു പാർട്ടി എന്ന് വിളിച്ച് നടക്കുകയാണ്. പാർട്ടി അല്ലാതെ ആ പാർട്ടിയിൽ യാതൊരു അച്ചടക്കവുമില്ല, ഒരു ലക്ഷ്യബോധവുമില്ല. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദേശത്ത് ചെല്ലുമ്പോഴൊക്കെ
നമ്മുടെ രാജ്യത്തെപ്പറ്റി മോശമായി സംസാരിക്കുകയും ചൈനയെ പ്രകീർത്തിക്കുകയും പാകിസ്ഥാൻ്റെ കയ്യിൽ ആയുധങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നൊരു പ്രവണത ഈ പാർട്ടി അടുത്ത കാലത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിന് വിപരീതമായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്നു. ഒരു കാര്യം ഈ രാജ്യത്തെ ജനങ്ങൾ വിസ്മരിച്ചിട്ടില്ല. സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി പാർലമെൻറ്റിലെ ലോക്സഭയിൽ നിശിതമായി കോൺഗ്രസ് സർക്കാരിനെ എപ്പോഴും വിമർശിച്ച് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന വാജ്പേയി ഇന്ദിരാഗാന്ധിയെ ബംഗ്ലാദേശ് യുദ്ധത്തിന് ദുർഗ എന്ന് പ്രകീർത്തിച്ചു. ഇതാണ് നമ്മുടെ രാഷ്ട്രീയ പാരമ്പര്യം. ഇവിടെ രാജ്യത്തിൻ്റെ താല്പര്യം വരുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ വിസ്മരിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരിതാണ് അന്ന് കണ്ടത്. അതുകൊണ്ട് സത്യം പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഭീമമായ നഷ്ടമുണ്ടായി. അത് വിസ്മരിച്ചിട്ട് പോലും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ 71 യുദ്ധകാലത്ത് സമ്പൂർണമായ സഹായം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കക്ഷിഭേദമന്യേ നൽകിയുണ്ടായി. ഈ പാരമ്പര്യം എന്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുടരാത്തത്? മറിച്ച് പ്രീണനത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക മതവിഭാഗത്തെ മുഷിപ്പിക്കുമോ എന്ന ഭയം കൊണ്ടും അവരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്ന ഭയം കൊണ്ടും പെരുമാറുന്ന പോലെയാണ്. ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വന്ദേ മാതരം പാടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഒവൈസി വരെ പരിപൂർണമായും രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുകയും പാകിസ്ഥാൻ മതഭീകരതയാണ് കാണിക്കുന്നതെന്ന് ധൈര്യമായിട്ട് പ്രസംഗിക്കുകയും അദ്ദേഹത്തെ ഏത് രാജ്യത്തിന് വേണ്ടി സംസാരിക്കാവുന്ന ഏത് സംഘത്തിലും ഉൾപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ മുസ്ലിം നേതാവ് സാൽമൺ ഖുർഷീദ് അദ്ദേഹം ഇതേ സ്ഥലത്ത് സംസാരിച്ചു. പാകിസ്ഥാൻ നടത്തുന്നത് മതഭീകരതയാണ്, നമുക്കൊരിക്കലും അതിനോട് യോജിക്കാൻ പറ്റില്ല. മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർ ഇതിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ രാഷ്ട്രീയമായ ഗതികേടുകൊണ്ട് മാത്രമല്ല, നിസ്സഹായ അവസ്ഥയാണ്. കാരണം ഇപ്പം കേരളത്തിലെല്ലാവർക്കും അറിയാം ആ പാർട്ടി നിലനിൽക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഔദാര്യത്തിലാണ്. ഉത്തർപ്രദേശിൽ അത് നിലനിൽക്കുന്നത് സമാജ്വാദി പാർട്ടിയുടെ പിൻബലത്തിലാണ്, സൗജന്യത്തിലാണ്. നെഹ്റു കുടുംബത്തിന് 2 പാർലമെൻറ്റ് മെമ്പർമാരെ സൗജന്യമായി സംഭാവന ചെയ്ത പാർട്ടിയാണ് പാകിസ്ഥാൻ്റെ സ്ഥാപക പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇത് നമ്മൾ വിസ്മരിക്കരുത്. ഒരു പക്ഷേ ആ കടപ്പാട് കൊണ്ടായിരിക്കാം ഇതുപോലത്തെ ഒരു നിലപാട് ഗതികേടുകൊണ്ട് എടുക്കുന്നത്. ധൈര്യമായൊരു നിലപാടെടുക്കാൻ ആ പാർട്ടിക്ക് ശക്തി ശോഷിച്ചു പോയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വരെ വളരെ ഭയന്നിട്ടും സംശയിച്ചിട്ടും അറച്ചിട്ടുമാണ് പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ശക്തമായൊരു പ്രതികരണം അവരുടെ ഭാഗത്തുണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ നേതാക്കന്മാരുടെ യോഗം കഴിഞ്ഞ ശേഷം ചിലരൊക്കെ പറഞ്ഞു, ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നടപടികളെ പരിപൂർണമായും പിന്തുണയ്ക്കുന്നു. ആ ഒരു ചങ്കൂറ്റം പോലും ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നഷ്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ്? വളരെ ദയനീയമായൊരവസ്ഥയിലാണ് അവരുടെ നിലപാടുകൾ. ഇപ്പോൾ അവർ വിസ്മരിക്കുന്നു. വിദേശത്തേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്നെങ്കിൽ തീർച്ചയായും രാഷ്ട്രപതിയുടെ അനുമതി വേണം. ഈ രാജ്യത്തെ ഏതൊരു മന്ത്രിയും വിദേശത്ത് പോകാൻ രാഷ്ട്രപതിയുടെ അനുമതി വേണം. സമീപകാലത്ത് കേരളത്തിലെ ഒരു മന്ത്രിക്ക് അനുമതി കൊടുത്തില്ല. ഇതിനു മുമ്പ് പല ഹൈക്കോടതി ജഡ്ജിമാരും വിദേശയാത്രയ്ക്ക് ചോദിച്ച് അനുവാദം അത് തക്കതായ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത് നിശ്ചയിക്കുന്ന രാഷ്ട്രപതിയുടെ അനുവാദത്തോടുകൂടി. ഇവിടെ രാഷ്ട്രീയത്തിന് എന്താ പ്രസക്തി? രാഷ്ട്രത്തിന് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറുള്ള ആളുകളെ കേന്ദ്ര ഗവൺമെൻറ് തിരഞ്ഞെടുക്കുമ്പോൾ അത് പറ്റില്ല, ഞങ്ങളാണ് തീരുമാനിക്കുന്ന എന്ന് പറയാനുള്ള ഔദ്ധ്യം അവിവേകം കൊണ്ട് മാത്രമല്ല വിവരക്കേട് കൊണ്ടും എന്നുകൂടി വിമർശിക്കേണ്ടത്. അല്ലെങ്കിൽ അല്പത്തരം കൊണ്ട്, അല്ലെങ്കിൽ നിസ്സാരമായ രാഷ്ട്രീയ ലാഭം. ഏത് നിലക്കാണെങ്കിലും ഈ നിലപാട് രാജ്യവിരുദ്ധമാണ്.
പാകിസ്ഥാൻ്റെ കയ്യിൽ ഒരു ആയുധം കൊടുക്കുകയാണ്. ഇന്ത്യയിൽ വിദേശത്ത് പോയി പ്രചരണം നടത്തുന്ന കാര്യത്തിൽ ഭീമമായ എതിരഭിപ്രായങ്ങളുണ്ട് എന്ന് ഡോണിലോ അല്ലെങ്കിൽ ഗ്ലോബൽ ടൈംസിലോ ന്യൂസ് വന്നാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട. കാരണം പാകിസ്ഥാൻ അത്ര നിസ്സഹായാവസ്ഥയിലേക്ക് കാത്തിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള രാഷ്ട്രീയ കക്ഷിയിൽ നിന്ന് പ്രതീക്ഷിച്ചല്ല. ഈ കാര്യത്തിൽ ശ്രീ ശശി തരൂരും സാൽമൻ ഖുർഷീദിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും എടുത്ത നിലപാട് വളരെ ശ്ലാഘനീയമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, കേന്ദ്ര ഗവൺമെൻറ് തിരഞ്ഞെടുത്തത് പ്രഗത്ഭന്മാരെയാണ്. ശ്രീമതി കനിമൊഴി നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന രാഷ്ട്രീയ പ്രവർത്തകയാണ്, കരുണാനിധിയുടെ മകൾ. ചതുർവേദി ശിവസേനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചതുർവേദി ഭംഗിയായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളാണ്. അതല്ലാതെ ഭാഷ പ്രാവീണ്യമില്ലാത്ത ആളുകളെ വിദേശത്തേക്ക് അയച്ച് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ അയക്കുന്നത് വിഡ്ഢിത്തരമല്ലേ? അതാത് രംഗത്തെ കഴിവുള്ള ആളുകളെല്ലാം അയക്കേണ്ടത്. ആ മാനദണ്ഡത്തിലാണ് ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത്. എന്ന് മാത്രമല്ല, കോൺഗ്രസ് നിർദ്ദേശിച്ച 2 പേര് കാര്യമായ എതിർപ്പുണ്ട്. ഒന്ന് ഗോഗായിയുടെ ഭാര്യ പാകിസ്ഥാനിലെ ഒരു NGOവുമായിട്ട് ബന്ധമുണ്ടെന്ന് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അത്തരം കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ചയ്ക്ക് വരേണ്ട ഒരു അവസ്ഥയുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ PR ശിവശങ്കർ, അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് കൊടുത്തുവിട്ടിരിക്കുന്ന ഒരു പട്ടിക, ആ പട്ടികയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നത് ഇപ്പോൾ പകൽ പോലെ സത്യമായി. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇവർക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള വലിയ കൂറൊക്കെ പല ഘട്ടങ്ങളിലും പുറത്തു വന്നതാണ്. ഇപ്പോൾ നമുക്കതിലേക്ക് വരുന്നതിന് മുമ്പ് ശശി തരൂർ പറഞ്ഞ വാചകങ്ങൾ നമുക്കൊന്നെടുക്കാം. എൻ്റെ രാജ്യത്തിന് എന്നെക്കൊണ്ട് ഒരു സേവനം ആവശ്യമെങ്കിൽ ഞാനത് തീർച്ചയായും ചെയ്തിരിക്കും. പാർട്ടി രാഷ്ട്രീയം, പാർട്ടി പൊളിറ്റിക്സ് എൻ്റെ വിഷയമല്ല, രാഷ്ട്രമാണ് എൻ്റെ വിഷയം. അപ്പോൾ ശശി തരൂർ പറഞ്ഞ വാക്കുകൾക്ക് വലിയ മാനമുണ്ട്. ഇവിടെ ഈ ഒരു രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഇത്തരത്തിൽ അത് കാരണങ്ങൾ പലതാകാം. വോട്ട് ബാങ്ക് ഉണ്ടാകാം, ശശി തരൂരിനോടുള്ള അസഹിഷ്ണുതയുണ്ടാകാം, അസൂയയുണ്ടാകാം, അത്തരത്തിൽ പലതുമുണ്ട് ഹൈക്കമാൻഡിന് ശശി തരൂരിനോടുള്ള ഒരു വിരോധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ. പക്ഷേ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരവസ്ഥയിൽ രാജ്യം ഒറ്റക്കെട്ടല്ലെന്ന് ശത്രു രാജ്യത്തെ ബോധ്യപ്പെടുത്താനുള്ള കളികൾ കൂടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ വളരെ വേദനാജനകമായ ഒരു കാര്യം. ശ്രീ PR ശിവശങ്കർ. തീർച്ചയായും പൊതുവെ ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും അല്ലെങ്കിൽ 100% ആളുകൾക്കും ഇന്ന് ശശി തരൂർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തോട് വിയോജിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, ഇപ്പോ ഇവിടെ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ ഈ ആക്രമണം അല്ലെങ്കിൽ പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോഴും അതിനുശേഷവും നിരന്തരം കോൺഗ്രസ് ശ്രമിച്ചത് ഇത് ഭാരതത്തിന്റെ സൈന്യത്തിന്റെ കുറ്റമാണ്, ഇവിടത്തെ ഗവൺമെന്റിന്റെ തെറ്റാണ് എന്നുള്ള രീതിയിലാണ് തുടക്കം മുതൽ തന്നെ മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്കയുടെ ഭർത്താവ് അടക്കമുള്ള ആളുകൾ, വാദ്ര അടക്കം ആളുകൾ പറഞ്ഞതും ജനങ്ങളോട് സംസാരിച്ചതും. ദ ഫസ്റ്റ് ഡേ മല്ലികാർജുന ഖാർഗെ പറഞ്ഞത് വാട്ട് ആർ ദ ലാപ്സസ് ആൻഡ് വേർ ഇസ് ദ ഫെയിലിയർ that we had to be checked and somebody has to be questioned that എന്നല്ലേ ഖാർഗെ പറഞ്ഞത്. അപ്പൊ തുടക്കത്തിൽ തന്നെ ഇത് രാജ്യത്തിന്റെ ഇന്റലിജൻസിൽ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു. 24 മണിക്കൂറിനകം ഇത് രാജ്യത്തിന്റെ ആർമിയുടെ കുഴപ്പമാണ്, ഇത് കേന്ദ്ര സർക്കാർ ഉത്തരം പറയണം എന്നുള്ള രീതിയിൽ ഇത് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒരേപോലെ ആക്രമിക്കാനായിട്ടാണ് ഈ കോൺഗ്രസ് ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓരോ മണിക്കൂറുകളും ഓരോ ചാൻസും അത് രാജ്യത്തെ സേവിക്കുവാൻ കിട്ടുന്നത് വളരെ മഹത്തായ കാര്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ഒരു മഹാനായ ഒരു നേതാവ്, UN-ലൊക്കെ വളരെ എക്സ്പീരിയൻസ് ഉള്ള നേതാവ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി പല എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് ഓരോ ഇന്ത്യക്കാരനും പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ മാതൃകയായിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ യുദ്ധം അല്ലെങ്കിൽ ഈ പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോഴും ശശി തരൂര് മറ്റൊന്നിനും സംശയമില്ലാത്ത രീതിയിൽ ഇത് ഇന്ത്യയുടെ കൂടെ നിൽക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞു. ശ്രീമാൻ AK ആന്റണി അന്ന് ഫസ്റ്റ് ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു ഇത് പാക് സൈന്യം തന്നെ ചെയ്തതാണ്, ഒരു സംശയവുമില്ല, എനിക്കറിയാം
10 വർഷം ഞാൻ ഇവിടെ ഈ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നതാണ്, ഇത് പാകിസ്ഥാന്റെ ശ്രമമാണ് അല്ലെങ്കിൽ അനുമതിയോടെ ചെയ്തതാണെന്ന് അദ്ദേഹവും പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ സീനിയർ ആയിട്ടുള്ള പ്രതിരോധ മന്ത്രിയും UN-ലൊക്കെ വളരെ കാലം രാജ്യത്ത് ഒരു ഇന്റർനാഷണൽ സമൂഹത്തിനെ മുഴുവൻ കണ്ട് പരിചയിച്ച എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹവും ഇങ്ങനെ പറയുമ്പോൾ കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? കോൺഗ്രസിന്റെ നയം ഇന്ന് മുന്നോട്ട് വെച്ച 4 പേരുടെ പേരുകൾ തന്നെ ശ്രീ രാംകുമാർ സാർ പറഞ്ഞ് അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്ന് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അത്തരം ആളുകളെ നമ്മൾ വെക്കുമ്പോൾ ഞാൻ ഒരാളെ കുറിച്ച് മാത്രം ഞാൻ പറയാം, ദീർഘം ഞാൻ പറയുന്നില്ല. ഇപ്പൊ അദ്ദേഹം തുടങ്ങിയത് ഗൗരവ് ഗൊഗോയെ കുറിച്ചിട്ടാണ് ഒരാളെ കുറിച്ച് പറഞ്ഞത്. എനിക്കറിഞ്ഞൂടാ മലയാളം മാധ്യമങ്ങൾ എത്രത്തോളം ഇത് ഡീറ്റെയിൽ ആയിട്ട്, ജനം TV മാത്രമാണ് ഞാൻ കുറച്ചെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത് കണ്ടത്. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ നോക്കൂ. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങളും ഒരു സാമാന്യന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെയോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസനെ കുറിച്ചാണെങ്കിൽ ഇന്ന് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടതല്ലേ? അദ്ദേഹത്തെ കുറിച്ച് എന്താ ആരോപണം? അദ്ദേഹം ഡെപ്യൂട്ടി ലീഡർ ഓഫ് ലോക്സഭ, കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി ലീഡറാണ്. അദ്ദേഹം എങ്ങനെയാണ് ആ പോസ്റ്റ് ഇരിക്കുകയെന്ന് അറിഞ്ഞുകൊണ്ട് അതിലും മഹാന്മാരായ അതിനേക്കാൾ പലതവണ വഹിച്ച പലരുമുണ്ട്. എന്നിട്ടും അദ്ദേഹം ഡെപ്യൂട്ടി ലീഡറാവിന്റെ ഗുണം അല്ലെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ പിൻബലം എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് പൂർണ്ണമായും ഒരു രാജ്യവിരുദ്ധ പാർട്ടി ആയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഗൊഗോയെ പോലുള്ള ആളെ ഡെപ്യൂട്ടി ലീഡർ ഓഫ് ലോക്സഭ ആക്കിയതിന്റെ ഒരു പ്രധാന കാരണം. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് 19 പ്രാവശ്യമാണ് ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ പാകിസ്ഥാനിൽ പോയി വന്നിട്ടുള്ളത്. 19 പ്രാവശ്യം. എന്താണ് കാരണം? എന്തിനാണ് അങ്ങനെ പോയത്? ഈ യാത്രയുടെ എന്താണ് ആവശ്യം എന്ന് പറയുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ കൂടി ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ, വെറും ഒരു BJP പ്രവർത്തനമല്ല, ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഹെമന്ത ബിശ്വ ശർമ്മ അദ്ദേഹം SITയുടെ അന്വേഷണത്തിനൊടുവിൽ കൃത്യമായി ഈ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. വെറും സാധാരണ ആരോപണമല്ല. ഹി ഈസ് റെഡി ടു ഗിവ് ദ എവിഡൻസ്. അത് പ്രൈം മിനിസ്റ്ററുടെ മുമ്പിലും വേണമെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ ഞാൻ എവിഡൻസ് തരാം എന്നൊരു ചീഫ് മിനിസ്റ്റർ പറഞ്ഞുകൊണ്ട് ഈ 19 പ്രാവശ്യം പോയതിൽ 3-4 പ്രാവശ്യം ഈ എലിസബത്തിനെ പിന്തുണയ്ക്കുകയും എലിസബത്തിന്റെ കൂടെ ട്രാവൽ ചെയ്തതും പാകിസ്ഥാൻ ആർമി ചീഫിന്റെ അടക്കമുള്ള സെക്യൂരിറ്റി സ്റ്റാഫും അതേപോലെ തന്നെ ആർമി സീനിയർ ഓഫീസേഴ്സും ഉണ്ട്. എങ്ങനെയാണ് ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരന്റെ ഭാര്യ പോകുമ്പോൾ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഇത്ര സീനിയർ ആയിട്ടുള്ള പാകിസ്ഥാൻ പോലീസല്ല, പാകിസ്ഥാന്റെ ആർമിയുമായിട്ടാണ് അവർക്ക് ബന്ധം, ആർമിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. ഇത് മാത്രമല്ല, ഈ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു സാധാരണ ഒരു ഉദ്യോഗസ്ഥൻ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ സർക്കാരിനെ അറിയിക്കണ്ടേ? എങ്ങനെയാണ് ഒരു MP ആരെയും അറിയിക്കേണ്ട? അത് കോൺഗ്രസിനെ അറിയിച്ചിട്ട് കോൺഗ്രസിന്റെ നേതാക്കളുടെ അനുഗ്രഹത്തോടു കൂടിയാണോ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശത്തോടു കൂടിയാണോ എന്നറിയില്ല. എങ്ങനെയാണ് 15 ദിവസം കേന്ദ്രം സംസ്ഥാന സർക്കാരിനെയും അറിയിക്കാതെ ഈ ഗഗോയി ഇവിടെ താമസിക്കുന്നത്? അദ്ദേഹം പാകിസ്ഥാനിൽ പോയില്ലേ? അദ്ദേഹം അറിയിച്ചോ? പാകിസ്ഥാനിൽ അദ്ദേഹം 15 ദിവസം എന്ത് ചെയ്യുകയായിരുന്നു? എന്തിനാണ് അദ്ദേഹം വാഗ ബോർഡർ വഴി ജനങ്ങളോടൊന്നും പറയാതെ, കോൺഗ്രസ് നേതാക്കളോടൊന്നും പറയാതെ, സംസ്ഥാന കേന്ദ്ര സർക്കാരിനെയോ ഇന്റലിജൻസിനെയോ അറിയിക്കാതെ അദ്ദേഹം എന്തിനാണ് അവിടെ പോയത്? 15 ദിവസം അനുമതിയില്ലാതെ അദ്ദേഹം യാത്ര ചെയ്തത്. അതുപോലെ തന്നെ 90 യുവാക്കളെ അദ്ദേഹം പാകിസ്ഥാനിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ എംബസിയിൽ പരിചയപ്പെടുത്തുകയും ബാക്കി പല കാര്യങ്ങളും അവർ ഇന്ന് ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. അവർ പലരും തിരിച്ചു വന്ന് ഇത് തെറ്റായ പ്രവൃത്തിയാണെന്ന് പറയുന്നു. അപ്പൊ 90 യുവാക്കളെ അങ്ങോട്ട് കൊണ്ടുപോയ, അതായത് ഈ 90 യുവാക്കളിൽ പലർക്കും അറിയില്ലായിരുന്നു എങ്ങോട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത് എന്ന് പോലും അറിയാതെയാണ് ഈ പാക് ഹൈക്കമ്മീഷന്റെ ഓഫീസിൽ ചെല്ലുമ്പോഴാണ് ഇവർ അപകടം മണക്കുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ആ സമയത്തൊക്കെ പുറത്തു വന്നിരുന്നു. അതുകൂടാണ്ട് അദ്ദേഹം ഈ അവസാനം 2 പാർലമെന്റിലും ചോദിച്ച ചോദ്യങ്ങൾ പൂർണ്ണമായും പാകിസ്ഥാന് ആവശ്യമുള്ള അല്ലെങ്കിൽ പാകിസ്ഥാന് വേണ്ട ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് പാർലമെന്റിലെല്ലാം ഒരു പണത്തിന് വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏർപ്പാടുകൾ പലതവണ ഉണ്ടായിട്ടുണ്ട്. ഇത് പാകിസ്ഥാന്റെ പണം മേടിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആർമിക്കും അവരുടെ ഇന്റലിജൻസിനും വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് നിരന്തരമായി ഈ ഗഗോയി ചോദിച്ചിരുന്നത്. ഇതൊന്നും കൂടാണ്ട് നമ്മൾ ഇപ്പൊ പുതിയതായിട്ട് അറിയുന്നത് അദ്ദേഹത്തിന്റെ 2 മക്കളും ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഒരു MP-യുടെ മക്കൾ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്തത്? അത് വലിയ പ്രായമൊന്നുമില്ല, കൊച്ചു കുട്ടികൾ, അവരെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ലല്ലോ. അപ്പൊ ഇത്തരത്തിൽ സ്വന്തം കുട്ടികൾ വരെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തുകൊണ്ട് വിദേശത്തേക്ക് കടക്കുവാൻ, ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, ചോദ്യം ചെയ്യലുണ്ടായാൽ തങ്ങളുടെ നിലനിൽപ്പിനെ ബാധകമായ ഭാര്യയുടെയും ഭർത്താവിന്റെയും എലിസബത്തിന്റെയും ഗോഗോയുടെയും പ്രശ്നങ്ങൾ ഇപ്പോൾ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നു, SIT അന്വേഷിച്ചിരിക്കുന്നു, ഇന്ന് പൊതുജനങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നു. എന്നിട്ട് പോലും ഇത്രയേറെ ആരോപണം ഉണ്ടായിട്ട് പോലും കോൺഗ്രസിന്റെ നേതാക്കൾ
ഇവരെയാണ് മറ്റൊരാള് സയ്യദ് നസീർ ഹുസൈൻ, അദ്ദേഹത്തിന്റെ ഒരു MP ആയിട്ട് കർണാടകയിൽ വന്നപ്പോൾ പരസ്യമായി പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ച അനുയോയികളോട് കാട്ടി ചിരിച്ചുകൊണ്ട് അവരോട് ഇരിക്കാൻ പറഞ്ഞ ഒരു നേതാവ്. ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു രാജ്യത്തെ തകർക്കുന്നത്? സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ നമുക്ക് വലിയ നേട്ടമുണ്ടാക്കി തന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ അവസാന കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ തകർക്കുവാൻ, അത് പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ടെങ്കിലും ഇവിടെ ഭരണം പിടിക്കുവാനോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ തകർക്കുവാനോ എങ്ങനെയാണ് കോൺഗ്രസ്സുകാർക്ക് മനസ്സ് വരുന്നത്? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒരുപക്ഷെ പറ്റിയേക്കാം, പക്ഷെ സാധാരണക്കാരന്, ശശി തരൂരിനെ പോലുള്ള കോൺഗ്രസ്സുകാരന്, AK ആന്റണിയെ പോലുള്ള കോൺഗ്രസ്സുകാർക്ക് അത് പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ്സുകാര് ഇത്തരത്തിൽ എതിരഭിപ്രായം പറയുന്നത്. ഈ തരത്തിലുള്ള പാകിസ്ഥാനി അനുകൂല മുദ്രാവാക്യം വിളിക്കുന്ന അനുയായികളും നേതാവുമുള്ള, അതല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോയി നിരന്തരം അവിടുത്തെ സൈന്യവുമായി സേവനം നടത്തുന്ന, അതിന് ശമ്പളം പറ്റുന്ന, സ്വന്തം മക്കളെ വരെ വിദേശത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ള നേതാക്കളെയാണ് ഇന്ത്യക്ക് വേണ്ടി ഇന്ന് രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MP-മാരായി നിങ്ങൾക്ക് വിദേശത്തേക്ക് വിടുന്നത് എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇവിടെ തെറ്റുപറ്റിയിരിക്കുന്നത്? ഇത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു ഏറ്റവും പണം മേടിച്ച് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നു രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംശയത്തിന് ഇട നൽകാത്ത വിധം ഇത് പാകിസ്ഥാന്റെ പിണയാളുകളായി പാകിസ്ഥാന്റെ പണം മേടിച്ചുകൊണ്ട്, ചൈനയുടെ പണം മേടിച്ചുകൊണ്ട്, ഇനിയിപ്പോ തുർക്കിയിലും ഇപ്പൊ കോൺഗ്രസ് സ്വന്തമായിട്ട് ഓഫീസ് തുടങ്ങിയെന്ന് പറയുന്നു. എന്നിട്ട് ഓഫീസിലേക്ക് വെച്ചിരിക്കുന്നത് തുർക്കിയിലെ തന്നെ ഒരാളെ, സ്വന്തമായിട്ട് ഈ നാട്ടിൽ നിന്ന് ഒരാളെ പറഞ്ഞുവിടാൻ പറ്റില്ലെങ്കിൽ, അതായത് കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ല, കോൺഗ്രസ് പാർട്ടി എന്തെന്ന് പോലും അറിയാത്ത ആളാണ് തുർക്കിയിലെ ഓഫീസിലെ അവിടുത്തെ ഓഫീസ് സെക്രട്ടറി എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ്. അവിടെ നിന്നും പണം കിട്ടുവാനുള്ള ഏർപ്പാടായിരിക്കാം ഒരുപക്ഷെ. അപ്പോ മനസ്സിലാക്കുന്നത്, ഈ രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യുന്ന, ഈ രാജ്യത്തിനെതിരായി നിരന്തരം പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുമായി സഹവർത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് പണം വാങ്ങി ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന നേതാക്കളാണ് ഇന്ന് കോൺഗ്രസിന്റെ തലപ്പത്തുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഗൗരവ് ഗൊഗോയിയും ഈ സയ്യദ് നസീറിന്റെയും പേരുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതല്ലാതെ പൂർണ്ണമായി രാജ്യത്തെ തകർക്കുവാൻ, ഒറ്റുകൊടുക്കുവാൻ, അതിന്റെ പേരിൽ പണം വാങ്ങിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതൃത്വം ഈ നാടിന് ആപത്താണ്, ഒരു സംശയവുമില്ല. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ നേട്ടം, അല്ലെങ്കിൽ ഈ വാർ കൊണ്ടുണ്ടാക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിക്കാം. കാരണം നമുക്കറിയാം, യുദ്ധം എന്നുള്ളത് ഇന്ന് അന്യോന്യം വെടിവെക്കുന്നത് മാത്രമല്ല, അതിർത്തിയിൽ വെടിവെക്കുന്നത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ഗ്രാമങ്ങളിൽ വരെ സ്ലീപ്പിംഗ് സെല്ലിനെ കൊണ്ട് യുദ്ധം ചെയ്യുന്ന 1000 കട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ തകർക്കുവാൻ ശ്രമിക്കുന്ന മറ്റൊരു യുദ്ധമുഖമുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്കൽ വാർഫെയർ ഉണ്ട്. അതേപോലെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർഫെയറിലൊന്ന് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്ലോമസി ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മളുടെ ബന്ധം അത് കൂടുതൽ ശരിയാക്കുകയും പാകിസ്ഥാൻ ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനം, ജനങ്ങളെ മതത്തിന്റെ പേരിൽ പറഞ്ഞു മാറ്റി നിർത്തിക്കൊണ്ട് കൊല്ലുന്ന തീവ്രവാദ പ്രവർത്തനം, അതിനെക്കുറിച്ച് ലോക രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട പ്രാഥമിക ചുമതല ഏതൊരു ഇന്ത്യക്കാരനും ഉള്ള സ്ഥിതിക്ക് ആ ഡിപ്ലോമസി വാറിനെ പോലും തകിടം മറിക്കുവാൻ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമുഖത്തെ തകർക്കുവാൻ, പരസ്യമായി ആർമിയെ തകർക്കുവാനോ അല്ലെങ്കിൽ നേവിയോ എയർഫോഴ്സിനെ തകർക്കാൻ പറ്റായപ്പോൾ ഈ ഡിപ്ലോമസി വാറിൽ തകർക്കുവാൻ ശ്രമിക്കുന്ന ഈ രാജ്യവിരുദ്ധരെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളായി തന്നെ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, രാംകുമാർ സാർ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരുടെ പേരാണ്, ഈ കോൺഗ്രസ് പുറത്തുവിട്ട രണ്ടുപേരുടെ കാര്യങ്ങൾ മാത്രമാണ് നമ്മളൊന്ന് പരാമർശിച്ചു പോയത്. ഒന്ന് നസീർ ഹുസൈൻ, പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട്, അത് വേറെ എങ്ങുമല്ല, കർണാടക വിധാൻ സൗധയിലാണ് ഇത്തരത്തിൽ ഇയാളെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് നസീർ ഹുസൈൻ്റെ അനുയായികൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നത്. കർണാടക പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് 3 പേർക്കെതിരെ കേസെടുത്ത ഒരു സാഹചര്യം അന്ന് നിലവിലുണ്ട്. മറ്റൊരാൾ രാജ ബ്രാർ, അയാളെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. 1984 സിഖ് കൂട്ടക്കൊലയ്ക്ക് കമൽനാഥിനെ പിന്തുണച്ചയാൾ. മാത്രമല്ല, ഖാലിസ്ഥാൻ വിഘടനവാദി ഗ്രൂപ്പുകളുമായി അഭേദ്യമായി ബന്ധം പുലർത്തുന്ന MP-യാണ് രാജ ബ്രാർ എന്ന് പറയുന്നത്. മറ്റൊരാൾ ആനന്ദ് ശർമ്മ, നമ്മുടെ ഐലൻഡുകൾ ഈ അയൽ രാജ്യങ്ങൾക്ക് കൊടുക്കാം എന്ന് യാതൊരു സംശയവുമില്ലാതെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അടിവരയിട്ട് പറഞ്ഞ ആനന്ദ് ശർമ്മ. ഇവരെയൊക്കെയാണ് നമ്മളിപ്പോൾ നമ്മുടെ വക്താക്കളായി വിദേശ രാജ്യങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇവരുടെ കൂറ് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ.
അതുമാത്രമല്ല, ഇവരെ നിർദ്ദേശിച്ചിരിക്കുന്ന ആളെക്കുറിച്ചുകൂടി നമ്മളൊന്ന് പ്രസ്താവിക്കുന്നത് ശരിയായിരിക്കും. എൻ്റെ സുഹൃത്ത് ശ്രീ ശിവശങ്കരൻ കുറേയൊക്കെ പറഞ്ഞു, പിന്നെ അവതാരികയും പറഞ്ഞു. ഈ 4 പേരെ നിർദ്ദേശിച്ചത് വളരെ സൂചനാർഹമായ രീതിയിൽ രാഹുൽ ഗാന്ധി നേരിട്ടാണ്. അതെ, എന്താണ് രാഹുൽ ഗാന്ധിക്ക് ഈ 4 പേരുടെ പേരിൽ ഇത്ര വലിയ താല്പര്യം? ഇതിൽ പലർക്കും ഇംഗ്ലീഷ് ഭാഷ ശരിയായി കൈകാര്യം ചെയ്യാൻ പോലും അറിയില്ല. നമ്മുടെ ശശി തരൂരിനെ പറ്റി കേരളത്തിലെ ചില നേതാക്കന്മാർ കളിയാക്കി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഇംഗ്ലീഷ് ഭാഷ ഞങ്ങളൊക്കെ സംസാരിക്കുക. അദ്ദേഹത്തിൻ്റെ മറ്റു നേട്ടങ്ങളൊന്നും ഇവരറിയുന്നില്ല. അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൽ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിച്ചിരുന്ന ആളാണ്. അമേരിക്കയിൽ പോയിട്ട് നമ്മുടെ കാര്യം അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആളാണ്. കോൺഗ്രസ്സുകാരനാണെന്നുള്ള ഏക കാരണം കൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാതിരുന്നെങ്കിൽ അത് രാഷ്ട്രീയമായ പപ്പരത്തോ അല്പത്തമായി കാണുമായിരുന്നു. മറിച്ച് ഈ 4 പേരെ തന്നെ പാകിസ്ഥാന് എതിരായി സംസാരിക്കാൻ തിരഞ്ഞെടുത്തതിൽ ഒരു വ്യക്തമായ ദുരുദ്ദേശമുണ്ട്. കാരണം കോൺഗ്രസ്സിന് സംസാരിക്കാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട്, നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകളുണ്ട്, മറ്റ് ഭാഷകളും കൈകാര്യം ചെയ്യുന്ന അറിയുന്ന അവരൊക്കെ വിട്ടുകൊണ്ട് ഈ 4 പേരെ തന്നെ തുഗ്ലക് റോഡിൽ താമസിക്കുന്ന നേതാവ് തിരഞ്ഞെടുത്തത് പ്രത്യേകം സൂചനാർഹമാണ്. അദ്ദേഹത്തിന് എന്തോ ലക്ഷ്യമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രചരണം നടത്താൻ എന്ന പേരിൽ പോയി മറ്റ് കാര്യങ്ങൾ നടത്തി വരാൻ ഒരു സന്ദർഭം കൂടി അദ്ദേഹം ഉപയോഗിക്കില്ല എന്ന് സംശയിക്കണം. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കോൺഗ്രസ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ടാണ് പേരുകൾ നിർദ്ദേശിക്കേണ്ടത്. ഇന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നു ഇത് രാഹുൽ ഗാന്ധിയുടെ ലിസ്റ്റാണ്, അതിൽ ശശി തരൂരിൻ്റെ പേരില്ല. എന്താണ് രാഹുൽ ഗാന്ധിക്ക് ഈ 4 പേരുടെ വലിയ തിരപ്പത്തരം? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹം വളരെ ദേശദ്രോഹപരമായ ഒരു പ്രസ്താവന ഇറക്കി. നമ്മുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനെ സഹായിച്ചു എന്ന് അദ്ദേഹം പറയണത്, നമ്മൾ പാകിസ്ഥാൻ്റെ ഭീകരത്താവളങ്ങൾ ആക്രമിക്കാൻ പോകുന്നെന്ന് മുൻകൂട്ടി വിവരം വിദേശകാര്യമന്ത്രി. എന്തൊരു വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്. ഇവിടെ നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചത് പാകിസ്ഥാനെതിരായിട്ടല്ല, അതിപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. മതഭീകരതയ്ക്കെതിരായ നീക്കങ്ങളാണ് നമ്മുടെ സൈന്യം നടത്തിയത്. ഇത് കഴിഞ്ഞ ദിവസത്തെ പ്രസ് കോൺഫറൻസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന് അഭിമാനിക്കാൻ പറ്റാവുന്നൊരു വനിതാ ഓഫീസർ സോഫിയ ഖുരേഷി വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ യുദ്ധം ഭീകരതയ്ക്കെതിരാണ്. എനിക്ക് ഭീകരതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനൊരു മുസൽമാനാണ്, പക്ഷേ ഭീകരത ഞാൻ എതിർക്കുന്നു. നിർഭാഗ്യവശാൽ അവരെക്കുറിച്ച് ചില അനാവശ്യ പരാമർശങ്ങൾ വന്നു. അതൊരിക്കലും വരാൻ പാടില്ലാത്തായിരുന്നു. പത്രക്കാർ വളച്ചൊടിച്ച് വലിയ ഒരു പ്രശ്നമാക്കി മാറ്റിയതാണെന്ന് ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം. എങ്കിലും അതുപോലത്തെ ഒരു പ്രസ്താവന വരാൻ പാടില്ല. കാരണം സോഫിയ ഖുരേഷി ഇന്ന് രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കണം. ആ സോഫിയ ഖുരേഷിയെ തന്നെ പാകിസ്ഥാൻ്റെ കൊള്ളരുതായ്മകളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ചത് വളരെ സ്തുത്യർഹമായ ഒരു കാര്യമാണ്. ഇതാണ് ഏതോ രാഷ്ട്രീയ നേതാവ് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ തെറ്റിപ്പോയി, അതുകൊണ്ട് വിവാദമായി. എതിരാളികൾ സ്വാഭാവികമായിട്ടും അതിന് മുതലെടുക്കാൻ ശ്രമിക്കുന്നു. അത് നിസ്സാര സംഭവമാണ്, വെറും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ടത് പോകും. ഇവിടെ സൂചനാർഹമായ കാര്യം, ഇത്രയും ശ്രദ്ധാപൂർവമായ സ്തുത്യർഹമായ കാര്യങ്ങൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുമ്പോൾ പാകിസ്ഥാന് സഹായകരമായ രീതിയിൽ പാകിസ്ഥാനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന 4 പേരെ തന്നെ തുഗ്ലക് റോഡിൽ നിന്ന് നിർദ്ദേശിച്ചത് എന്തുകൊണ്ടാണെന്ന് ഈ രാജ്യത്തെ ദേശാഭിമാനികൾ പരിശോധിക്കേണ്ട കാര്യമാണ്. പണ്ട് രാജ്യം ഭരിച്ചിരുന്നൊരു കക്ഷി, ജനങ്ങളെ ആദരിച്ചിരുന്നൊരു കക്ഷി, ജനങ്ങളെ ആരാധിച്ചിരുന്നൊരു കക്ഷി, ആ കക്ഷിയുടെ രാഷ്ട്രീയമായ ഗതികേടിനെക്കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു സൂചന നൽകാൻ കൂടി ഈ
ഇത്രയും ബുദ്ധിശൂന്യമായ ഈ പ്രവൃത്തി കൊണ്ട് ഉപകാരമായി. അതാണ് ഞാൻ പറഞ്ഞ് തുഗ്ലക് റോഡിലെ നേതാവിൻ്റെ പ്രവൃത്തി ഈ രാജ്യത്തെ ജനങ്ങൾ ശരിയായ രീതിയിൽ വില കൽപ്പിക്കുന്നുണ്ട്. യെസ്, പക്വതയില്ലായ്മയാണോ അറിവില്ലായ്മയാണോ ഇതിനൊക്കെ അടിസ്ഥാനം എന്നത് നാട്ടുകാർ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉയരുന്ന ഒരു വിഷയമുണ്ട്. ശ്രീ പി ആർ ശിവശങ്കറിലേക്കാണ്. ശ്രീ ശിവശങ്കർ, ഇപ്പോൾ ഭാരതത്തിന് വിരുദ്ധമായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാനെ ആക്രമിച്ചു. അപ്പം നമുക്ക് വളരെ കൃത്യമായി അറിയാം, ഭീകര താവളങ്ങൾ നോക്കിയാണ് നമ്മുടെ ആക്രമണമുണ്ടായത്. പക്ഷേ അന്തർദേശീയ മാധ്യമങ്ങൾ വേറൊരു നറേറ്റീവ് സൃഷ്ടിക്കുന്നുണ്ട്. ആ നറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് പിന്നിൽ വളരെ കൃത്യമായ പാകിസ്ഥാൻ്റെ ഇടപെടലുണ്ട്. നോക്കൂ, ചില അന്തർദേശീയ മാധ്യമങ്ങളുടെ ചില കറസ്പോണ്ടൻസിൻ്റെ പേരുകൾ എടുത്തു നോക്കിയാൽ പാകിസ്ഥാനി ജേർണലിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. നിക്കി ഏഷ്യ, CNN, ന്യൂയോർക്ക് ടൈംസ്, അതുപോലെ റോയിട്ടേഴ്സ്, ബ്ലൂംബർഗ്, WSJ, റോയിട്ടേഴ്സ് എന്നൊക്കെ പറയുന്ന അന്തർദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പാകിസ്ഥാനി ജേർണലിസ്റ്റുകളാണ്. ഇവർ പടച്ചുവിടുന്ന വാർത്തകൾ എത്രത്തോളം ഇന്ത്യ വിരുദ്ധമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. അതുകൊണ്ട് കൂടിയാണ് നമ്മുടെ നിലപാട് ഭീകരതയ്ക്കെതിരെയാണ് എന്നത് ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ ഒരു പ്രതിനിധി സംഘത്തെ പല രാജ്യങ്ങളിലേക്ക് അയക്കുകയും നമ്മുടെ നിലപാടുകൾ വിശദീകരിക്കുകയും ചെയ്തത്. എന്തുകൊണ്ട് പാകിസ്ഥാനോട് ഇത്തരത്തിൽ ഒരു നിലപാട് എടുക്കേണ്ടി വന്നത് എന്നത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യം കൂടിയുണ്ട്. പാക് ജേർണലിസ്റ്റുകൾ സൃഷ്ടിക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ ഇങ്ങനെയുള്ള പാക് നിലപാടെടുക്കുന്ന ആളുകളെ തന്നെ തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ രാഹുൽ ഗാന്ധി നോമിനേറ്റ് ചെയ്യുന്നത്. വളരെ കൃത്യമായ ആസൂത്രിതമായ ഒരു നീക്കം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടായി എന്നല്ലേ ഈ ഘട്ടത്തിൽ നമ്മൾ അനുമാനിക്കേണ്ടത്? തീർച്ചയായിട്ടും നീലിമ, നല്ലൊരു ചോദ്യമാണ്. നല്ലൊരു നീലിമയുടെ ഭാഗത്തുനിന്നുള്ള നല്ല നരേറ്റീവാണ്. ഇത് ഭാരതം കുറെ നാളുകളായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ഒരു നരേറ്റീവ് വാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാജ്യത്തിന്റെ ഡയറക്റ്റ് വാർ എന്നുള്ളതിന് പകരം ഇത്തരത്തിൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു യുദ്ധവും കൂടി നടക്കുന്നുണ്ട്. ഇപ്പം മീഡിയയിലുള്ള ഈ ഒരു എക്സ്പ്ലനേഷൻസും ഈ ന്യൂസിന്റെ കാര്യത്തിൽ അത് നമുക്കറിയാം. പല മാധ്യമങ്ങളിലും ഈ പാകിസ്ഥാനി ആയിട്ടുള്ള അല്ലെങ്കിൽ പാക് അനുകൂലികളായിട്ടുള്ള പത്ര പ്രവർത്തകര്, ദൃശ്യ മാധ്യമ പ്രവർത്തകര് ധാരാളമുണ്ട്. അത് എങ്ങനെയാണ് വന്നതെന്നും നമുക്ക് ചില പത്രത്തിലെങ്കിലും ചില മാധ്യമങ്ങളിലെങ്കിലും ഇപ്പൊ BBC പോലുള്ള പത്രങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഇന്ത്യ വിരുദ്ധതയും പലതവണ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അവർക്കെതിരെ പല നടപടികളും ഇന്ത്യ സർക്കാർ എടുത്തതാണ്. അപ്പൊ വിദേശ മാധ്യമങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട്. അത് തീർച്ചയായും ആ രാഷ്ട്രീയം അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കച്ചവടവുമായി, പ്രത്യേകിച്ച് ആയുധ കച്ചവടവുമായും അവിടുത്തെ ബിസിനസ് ശൃംഖലയുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഇന്ത്യക്ക് എതിരായി പ്രവർത്തിക്കുവാൻ കാരണം ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മുഖ്യമായ ആയുധ വ്യാപാരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതെങ്കിലും അമേരിക്കൻ ബേസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ ആയുധ വ്യാപാരം ഒരുപക്ഷെ നമ്മൾ കുറച്ചെല്ലാം നിയന്ത്രിക്കുന്നത് കൊണ്ട് ബോയിങ്ങും അതേപോലെ മാർട്ടിൻ ഷീൽഡും പോലുള്ള ചില കമ്പനികളെങ്കിലും ഇന്ത്യയുമായി ആഗ്രഹിച്ചിരുന്ന കച്ചവടം ഫ്രാൻസിന്റെ റഫാലുമായി നടന്നതുകൊണ്ട് വന്ന വലിയ ഒരു സാമ്പത്തിക നഷ്ടവും റഫാലിന് ഇന്ന് കിട്ടിയ വലിയ അഡ്വാൻറ്റേജും അതുമൂലം ഉണ്ടാകുന്ന F-16 F-35 വരെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ വളരെയേറെ വലുതും നല്ലതും എന്ന് വിശ്വസിച്ചിരുന്ന അമേരിക്കൻ ബോംബറുകളുടെ അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഫൈറ്റുകളുടെ ഇന്നത്തെ ഒരു താരതമ്യേന കുറഞ്ഞുപോയ ഒരു മാധ്യമ ശ്രദ്ധയും ഇതെല്ലാം ഒരുപക്ഷെ ഇത്തരം അന്തർദേശീയ മാധ്യമങ്ങളുടെ ഒരു പൊതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതിയോ മതമോ അതല്ലെങ്കിൽ ഒരു ദേശീയതകളൊന്നും ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവ് ആയിട്ട് നമുക്ക് വാർത്ത തരുന്നു എന്ന് നമ്മളെ ധരിപ്പിക്കുന്ന ഈ മാധ്യമങ്ങളുടെ ഒരു രഹസ്യ അജണ്ട കൂടിയാണ് അമേരിക്കൻ ആയുധങ്ങൾ ലോകത്താകമാനം വിൽപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെയുള്ള വാർത്തകൾ നിറം പിടിപ്പിച്ചതും ഇന്ത്യൻ ആയുധങ്ങൾ പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് വാങ്ങിച്ച S-400 അതിനെ വളരെ രീതിയിൽ വിമർശിക്കുവാൻ അല്ലെങ്കിൽ അതിന് വേണ്ടുന്നത്ര ഒരു വിപുലമായ പ്രചരണം നൽകുവാൻ, അത് ഇന്ത്യയുടെ വിജയമായി കാണുവാൻ അത് സെലക്ട് ചെയ്തപ്പോൾ നമുക്കറിയാം അമേരിക്ക എത്രത്തോളം ശക്തമായിട്ടാണ് S-400 പോലുള്ള ഒരു മിസൈൽ സിസ്റ്റം നമ്മൾ റഷ്യയിൽ
നിന്ന് വാങ്ങിച്ചപ്പോൾ അമേരിക്ക നമ്മളെ ശക്തമായിട്ട് എതിർത്തത് നമ്മൾ വലിയ എക്കണോമിക്കൽ ക്രൈസിസിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മളെ എക്കണോമിക്കലി ബാൻ ചെയ്യും ചെയ്തത് എന്ന് വരെ പറഞ്ഞിരുന്നു. അത് മറ്റേ അണുബോംബ് സ്ഫോടനത്തിൽ നമ്മൾ പരീക്ഷിച്ചപ്പോൾ ഇതൊക്കെ പറഞ്ഞിരുന്നു തന്നെയാണ്. അതൊന്നും മഹാനായ അടൽജി പോലും അത് അംഗീകരിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം മാധ്യമങ്ങൾക്ക് ഒരു രഹസ്യ അജണ്ടയുണ്ട്. അത് അമേരിക്കൻ ആയുധങ്ങളെ ലോകമെമ്പാടും വിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട. 2, ഇന്ത്യ അത്രയൊന്നും മികച്ച ആയുധ ശ്രേണിയിലേക്ക് എത്തിയിട്ടില്ല എന്നും തങ്ങളുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങിച്ചാലേ ഇന്ത്യക്കും നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ ചൈനയെ എതിർക്കാൻ പറ്റുകയുള്ളൂ. അത് റഫാലോ, അതല്ലെങ്കിൽ ഫ്രാൻസിന്റെ റഫാലോ, അതല്ലെങ്കിൽ സ്കാൽപ്പ് മിസൈൽ പോലെ ഇസ്രായേലിന്റെ നിന്ന് വാങ്ങിച്ചാലോ, S-400 പോലെ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചാലോ നിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ള ഒരു രഹസ്യ അജണ്ടയും കൂടി വിൽക്കാനുള്ള ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കച്ചവടം നടക്കുന്നത്. ഒരു മാധ്യമ സിൻഡിക്കേറ്റിന്റെ ഭാഗവും കൂടിയാണ്. ഞാൻ രണ്ടാമത്തെ കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് സമയം ഉണ്ടെങ്കിൽ. ഞാനൊന്ന് ഒരു ചെറിയ ഇടവേള എടുത്ത് തിരികെ വന്നാൽ മതിയോ? കാരണം ഇതിൽ പ്രേക്ഷകരോട് പറയേണ്ട ഒരു കാര്യം, സ്വാഭാവികമായി ഉയരുന്ന ഒരു സംശയമുണ്ട്. കോൺഗ്രസ് പ്രതിനിധികൾ ആരും തന്നെ ഈ ചർച്ചയിൽ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം ഉയരാം. പക്ഷേ AICCയുടെ നിർദ്ദേശപ്രകാരം ഈ ചർച്ചയ്ക്ക് വേണ്ടി, ഈ വിഷയത്തിലുള്ള ചർച്ചയ്ക്ക് വേണ്ടി കോൺഗ്രസ് പ്രതിനിധികളെ അയക്കേണ്ടതില്ല എന്നൊരു തീരുമാനം AICC എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയില്ല, കോൺഗ്രസ് സഹയാത്രികനാണ് ഉള്ളത്. രാംകുമാർ സർ, ശശി തരൂർ എന്ന UN ഒഫീഷ്യലിൻ്റെ അനുഭവ സമ്പത്ത് മാത്രം മതിയാകും ഇതുമായി ബന്ധപ്പെട്ട് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ? പക്ഷേ കോൺഗ്രസിന് അത് ഒരു തരത്തിലും ബോധ്യപ്പെടുന്നില്ല, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കമ്മിറ്റിക്ക് 4 പേരുടെ പേര് മുന്നോട്ട് വയ്ക്കുന്നതും അതിൽ ശശി തരൂർ ഇല്ലാതെ പോകുന്നതും. യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡിന് മുകളിൽ ഒരാൾ ഷൈൻ ചെയ്യുന്നതിൻ്റെ അസഹിഷ്ണുതയാണോ രാഹുലിൽ നിന്ന് ഉണ്ടായത്, ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടായത്? അതാണോ എന്നാണോ ഈ ഘട്ടത്തിൽ ഊഹിക്കേണ്ടത്? ശ്രീ ശശി തരൂരിന് സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും അസൂയ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ തിരുവനന്തപുരത്ത് 2 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം തുരങ്കം വയ്ക്കാൻ ഇവിടെ പലരും ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പ്രമുഖ നേതാക്കന്മാർ പലരും ഇംഗ്ലീഷ് സംസാരിച്ചാൽ രാഷ്ട്രീയ നേതാവായില്ല എന്ന് വരെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ KPCC ഈ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വരുന്നതിന് മുമ്പ്, ഇനി അവർ തിരുത്തുമെന്നറിയില്ല, KPCC തരൂരിനെ കേന്ദ്ര ഗവൺമെൻറ് ക്ഷണിച്ചത് ശ്ലാഘനീയമാണ് എന്ന് അഭിപ്രായ പ്രകടനം നടത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ KPCC രാഹുൽ ഗാന്ധിയുടെ നെഹ്റു കുടുംബത്തിൻ്റെ കാര്യസ്ഥന്മാർ കേരളത്തിൻ്റെ കോൺഗ്രസ് കാര്യങ്ങൾ ധാരാളം നയിക്കുന്നവരാണ്. അവരാരെങ്കിലും ഇടപെട്ടുകൊണ്ട് ഇനി അഭിപ്രായം മാറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ശശി തരൂർ എല്ലാ കാലത്തും, ശശി തരൂർ എന്ന് മാത്രമല്ല കഴിവുള്ള കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ, ഇപ്പോൾ ഉദ്ധവ് ശിവസേന പോയ മിസ്സസ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ചതുർവേദി, അവർ പറഞ്ഞത് എനിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം തരുന്നില്ല. ഒരു കാലത്ത് രാഹുൽ ഗാന്ധിയുടെ സ്വന്തം ആളായിരുന്നു. ഇന്നവർ ഉദ്ധവ് ശിവസേനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിദ്യാഭ്യാസ സമ്പന്നയാണ്, ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും. ഇത്തരം ആളുകൾക്ക് ഈ പാർട്ടിയിൽ നിന്ന് എപ്പോഴും അസൂയയും മത്സരവും നേരിടുന്നുണ്ട്. കേരളത്തിലെ സ്ഥിതി നോക്കൂ. കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് എന്നെ പാർട്ടി അവഗണിച്ചു എന്നാണ്. മറ്റു പലരും MMSനെ തഴഞ്ഞു. സാക്ഷാൽ K. സുധാകരൻ വരെ പറയുന്നത് ഞാൻ ചെയ്ത തെറ്റ് പാർട്ടിയെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും മറ്റും വലിയ വിജയത്തിലേക്ക് എത്തിച്ചു, അതുകൊണ്ട് എന്നെ മാറ്റി. അപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർക്ക്, അല്ലെങ്കിൽ ഇന്ന് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് വളരെ ഭീമമായ അപകർഷകബോധം വന്നിട്ടുണ്ട്. കാരണം ഇതാണ് ഈ ഇത്തരത്തിൽ ശശി തരൂരിനോട് ഒരു അസഹിഷ്ണുത എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡിന് ഉണ്ടാകുന്നത്? ആ അസഹിഷ്ണുതയെക്കുറിച്ചാണ് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. UN ഒഫീഷ്യൽ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിൻ്റെ പ്രതിഭയൊക്കെ നമ്മൾ പലവട്ടം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്.
കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയാണ് ശശി തരൂർ. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ ആദ്യം വരുന്ന പേര് ശശി തരൂർ എന്നതാണ്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ, രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ എന്തുകൊണ്ടാണ് ശശി തരൂരിന്റെ പേര് ഇടം പിടിക്കാതെ പോയത്? നീലിമ, ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം 140 വർഷമായി ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് മുൻനിരയിൽ നിന്ന പാർട്ടിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. ഈ 140 വർഷത്തിനിടയിലത്തെ ചരിത്രത്തിനിടയിൽ 17 വർഷമാണ് ബഹുമാന്യനായ ശ്രീ ശശി തരൂർ ഈ പ്രസ്ഥാനവുമായി ചേർന്ന് വരുന്നത്. അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യത്തെയും ഒന്നും ചെറുതാക്കുകയല്ല, മറിച്ച് നമ്മുടെ രാജ്യം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിദേശത്തേക്ക് നമ്മുടെ സംഘങ്ങളെ അയക്കുന്നത് എന്നുള്ള അതിൻ്റെ പ്രാഥമികമായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തണം. അതായത് ഒരു ഇന്ത്യയിലേക്ക് ഒരു ഭീകരാക്രമണം നേരിട്ട ഘട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ, അതായത് നാം ജനാധിപത്യ രാജ്യമാണ്, ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാ പാർട്ടി ഭേദമന്യേ സങ്കുചിത വീക്ഷണങ്ങൾക്ക് അതീതമായിട്ട് ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന സന്ദേശം വിദേശത്ത് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നാം സർവകക്ഷി സംഘത്തെ അയക്കുന്നത്. അപ്പോൾ പാർട്ടി നേതൃത്വത്തിനോടാണ് ബന്ധപ്പെടേണ്ടത്. ഭരണകക്ഷിക്ക് അത്തരത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ ആത്മാർത്ഥമായിട്ട് അവരെന്ത് ചെയ്യണം? വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതേപോലെ സർവകക്ഷി സംഘത്തെ അയക്കാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ പേര് തരിക എന്ന് ആവശ്യപ്പെടണം. ഓരോ പാർട്ടിക്കും അതിൻ്റെതായ ചട്ടക്കൂടുകളുണ്ട്, കോണ്ടക്റ്റുകളുണ്ട്, അതിനൊരു ഒരു ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഈ പ്രവർത്തിക്കുന്നത്. അങ്ങ് പറയുന്ന വാദമായി എടുക്കാം ശ്രീ റജി, അങ്ങ് പറയുന്ന വാദമായി തന്നെ ഞാൻ എടുക്കുകയാണ്. പക്ഷേ ശശി തരൂർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. 2 ദിവസം മുമ്പേ തന്നെ കിരൺ റിജിജു സംസാരിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ സംസാരിക്കുന്നുണ്ട്. ഇക്കാര്യം ഞാൻ എൻ്റെ പാർട്ടിയോട് പറയുന്നുണ്ട്. എന്നെ ഇത്തരത്തിൽ ഈ പ്രതിനിധി സംഘത്തിലേക്ക് എടുക്കുന്ന കാര്യം, അങ്ങനെ നിയോഗിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്ന കാര്യം ഞാൻ എൻ്റെ പാർട്ടിയോട് പറയുന്നുണ്ട്. അതായത് 2 ദിവസം മുമ്പ് തന്നെ. പക്ഷേ അത് ചെവിക്കൊള്ളാതെ, അങ്ങനെയെങ്കിൽ ശശി തരൂരിനെ ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവം അത്തരത്തിലൊരു 4 പേരടങ്ങുന്ന ഒരു പട്ടിക പുറത്തിറക്കി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടത്തിൽ? ഒരിക്കലുമല്ല നീലിമ. അതായത് 2008 അദ്ദേഹം UN അസൈൻമെന്റ് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനെ MP 4 പ്രാവശ്യം MP ആക്കിയ പാർട്ടി ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിലെ മെമ്പറാണ് അദ്ദേഹം. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നയരൂപീകരണ സമിതിയോട് ഒപ്പം നിന്നുകൊണ്ട് അതിൽ നേതൃത്വം നൽകേണ്ട, അണികൾക്ക് പ്രചോദനമേകേണ്ട ഒരു നേതാവാണ് ബഹുമാന്യനായ ശശി തരൂർ. അദ്ദേഹത്തിനെ ആരും അകറ്റുക എന്നുള്ളതല്ല. പക്ഷേ ഓരോ പാർട്ടിക്കും ഉള്ള ആ ഒരു പ്രതിബദ്ധതയും നേതൃത്വത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റും ഒക്കെ പുലർത്തുവാൻ അദ്ദേഹവും ബാധ്യസ്ഥനല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ വാജ്പേയിയെ 1994 നരസിംഹറാവു വിദേശത്തേക്ക് അയക്കുന്നത് ഇന്ത്യയുടെ ഒരു മുഖമായി, ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് കാട്ടുവാനല്ലേ? ഇവിടെ ബഹുമാന്യനായ ശശി തരൂരിനെ 2 തവണ മന്ത്രിയാക്കി, അദ്ദേഹത്തെ ലോകസഭ അംഗമാക്കി. ഇപ്പോൾ അദ്ദേഹം ഈ ഫോറിൻ അഫയേഴ്സ് അതിൻ്റെ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ലോകസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്നത് കോൺഗ്രസിൻ്റെ ലേബലിലാണ്. അപ്പോൾ ഇത്രയും അദ്ദേഹത്തിന് ഈ പേരും പ്രശസ്തിയും ഇത്രമാത്രം ലഭിക്കുന്നത് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചതിന് ശേഷമാണ്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത്, നിങ്ങളുടെ നേതാവാണ് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയി ഭാരതത്തിന് വേണ്ടി സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെയല്ലേ നിങ്ങളത് ആ പേര് മുന്നോട്ട് വെക്കേണ്ടത്? അല്ലാതെ 4 തവണ MP ആയി എന്നൊക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? മാത്രവുമല്ല, ശശി തരൂരിനെ വെട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച പേരുകൾ ആരൊക്കെയാണെന്ന് അങ്ങേക്കറിയില്ലേ? ആനന്ദ് ശർമ്മ, MP-മാരുടെ പേരാണ് ചോദിച്ചത് കേന്ദ്ര സർക്കാർ, പക്ഷേ നൽകിയത് ആനന്ദ് ശർമ്മ ഇപ്പോൾ MP ആണോ? ഒരു പക്ഷേ മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള ഒരു ലേബലായിരിക്കാം പരിഗണിക്കപ്പെട്ടത്. ഗൗരവ് ഗൊഗോയുടെ പശ്ചാത്തലം എന്താണ് ശ്രീ റജി? പാകിസ്ഥാനുമായി നിരന്തര ബന്ധം, അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് പാക് NGO-യിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന, പാക് ആർമിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ലേഡിയാണ്. ഗൊഗോയും പോകുന്നുണ്ട്, 15 ദിവസം പാകിസ്ഥാനിൽ പോയി താമസിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെ അറിയിക്കാതെ
പോകുന്നുണ്ട്. ഡോക്ടർ സയ്യിദ് നസീർ എന്ന് പറയുന്ന MP, ആ MP-യുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? രാജ്യസഭ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന അനുകൂലികളെ കൊണ്ട്, അനുയായികളെ കൊണ്ട് വിധാൻ സൗധയിൽ മുദ്രാവാക്യം വിളിപ്പിച്ച സയ്യിദ് നസീർ. മറ്റൊരാൾ രാജ ബ്രാർ, ഖാലിസ്ഥാൻവാദികളുടെ പ്രിയ തോഴൻ. ഇതാണ് നിങ്ങളുടെ നേതാവ്. ഈ ഭാരതത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടി അങ്ങ് വിദേശത്തേക്ക് അയക്കാൻ നൽകിയ പട്ടിക. അപ്പോൾ ശശി തരൂർ നിങ്ങൾക്ക് ഒന്നുമല്ല, നിങ്ങളുടെ താല്പര്യം മറ്റൊന്നാണ് എന്നാണ് ഈ 4 പേരുടെ പട്ടികയിൽ നിന്നും വളരെ കൃത്യമായി പൊതുജനത്തിന് ബോധ്യപ്പെടുന്നത്. ശ്രീ റജി, നീലിമ, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത BJP എന്ന പാർട്ടിയെ നിങ്ങളുടെ നേതാവ് 1971 നടത്തിയ ചതി, ഭാരതത്തോട് ചെയ്ത ചതിയിലേക്കൊക്കെ വരാം. ഇപ്പോൾ നമ്മൾ ഉന്നയിച്ച ഈ വിഷയത്തിലേക്ക് ഒന്ന് വരൂ പ്ലീസ് റജി. നോക്കൂ, ആനന്ദ ശർമ്മയെ നിയോഗിക്കുന്നു എന്ന് നീലിമ പറയുമ്പോൾ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് V മുരളീധരനെ ഇതിൽ ഉൾപ്പെടുത്തി? അത് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ശക്തമായ ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് അവർ കേന്ദ്ര സർക്കാർ ചോദിച്ചത്. ശ്രീ റജി, ഒരു സെക്കൻഡ്, ഞാനതിൽ ഒരു ക്ലാരിറ്റി വേണം. 4 MP-മാരുടെ പേരാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്. ആനന്ദ് ശർമ്മ MP അല്ല, ഒരു പക്ഷേ കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിലായിരിക്കാം ആ പേര് കൊടുത്തത്. ഇപ്പുറത്തെ V മുരളീധരനുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ വാദം ഞാൻ അത് മുഖവിലക്കെടുക്കാം. പക്ഷേ ആനന്ദ് ശർമ്മയെക്കുറിച്ച്, ആനന്ദ് ശർമ്മ ഈ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ട് എന്താണ് ബന്ധം? വിദേശകാര്യവുമായി ഏതെങ്കിലും വിധത്തിലുള്ളൊരു ബന്ധം ആനന്ദ് ശർമ്മയ്ക്ക് ഉണ്ടാവോ? പക്ഷേ V മുരളീധരൻ്റെ കാര്യം അങ്ങനെയല്ല. അപ്പോൾ ആനന്ദ് ശർമ്മയെ കൊണ്ട് എന്താണോ കോൺഗ്രസ് പാർട്ടി നടത്തിക്കുന്നത് അത് വളരെ കൃത്യമായി രാഹുലിന്റെ അജണ്ടയാണ് ഈ 4 പേരിലൂടെ പുറത്തു വരുന്നത്. നീലിമ, കോൺഗ്രസ് പാർട്ടി ഇതിനെ കാണുന്നത് ഇത് പ്ലേയിങ് ഗെയിംസ് വിത്ത് മിസ്ചീവിയസ് കോണ്ടക്ട്. BJP-യുടെ ഒരു മിസ്ചീവിയസ് കോണ്ടക്റ്റ് ആണ് ഇത്തരത്തിൽ ഒരു സമീപനം സ്വീകരിക്കുന്നത്. ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുവാൻ ഞങ്ങൾക്ക് പ്രതിനിധികളെ അയക്കണം. ആദ്യം ചെയ്യേണ്ടിയിരുന്നത് 1994 സ്വീകരിച്ച നടപടികളായിരുന്നുവെങ്കിൽ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവിനെ എന്തുകൊണ്ട് നിങ്ങൾ അയക്കുന്നില്ല? അപ്പോൾ നിങ്ങളുടെ പാർട്ടിക്ക് അതിനകത്ത് ഒരു ആത്മാർത്ഥത എവിടെയാണ്? 2 പ്രാവശ്യം സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി അതിന് മുമ്പാകെ വന്നിട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല? നാം ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്നത് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നാക്രമണം നടത്തുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഭീകരപ്രവർത്തനത്തെ ശക്തമായി പ്രതിരോധിക്കണം. ശരി, സമ്മതിച്ചു. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഈ ദേശീയ ഐക്യം തകർക്കാൻ, ദേശീയ ഐക്യം ഈ രാജ്യത്തില്ല എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് നടത്തിയ ചില ശ്രമങ്ങളിലേക്ക് കൂടി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ശ്രമങ്ങളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ശ്രീ PR ശിവശങ്കർ, അങ്ങേക്ക് ഇക്കാര്യത്തിൽ സേ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞത് ഒന്ന് റെജി പറഞ്ഞ കാര്യത്തിൽ ഒന്ന് ടെക്നിക്കൽ കണക്കിലെ തെറ്റും, 2 ഒരു വിചിത്രമായ വാദവും. ഒന്ന് നോക്കൂ, അദ്ദേഹം പറഞ്ഞത് 1980 സ്ഥാപിച്ച BJP സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചത്. ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന്. 1951 സ്ഥാപിച്ച ജനസംഘത്തിനും 47 സ്വാതന്ത്ര്യത്തിന് മുമ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനു മുമ്പ് സ്ഥാപിച്ച RSSന്റെ നേതാവ് ഡോക്ടർ ഹെഡ്ഗേവാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ സ്വീകരിക്കുവാൻ നെഹ്റുവിന്റെ അച്ഛനും വന്നിരുന്നു എന്നുള്ള ചരിത്രം അദ്ദേഹം മറന്നുപോകും. 2, അദ്ദേഹം ചോദിച്ചത് 2009 മാത്രം, 17 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 16 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ശശി തരൂർ ജോയിൻ ചെയ്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് 2004 ജോയിൻ ചെയ്തത് കോൺഗ്രസിൽ. നേരെ അമേത്തി പോയി MP ആവുകയായിരുന്നു, പിന്നെ വലിയ നേതാവ് ആവുകയായിരുന്നു എന്നുള്ള കാര്യവും. ഒരു 4-5 വർഷത്തെ വ്യത്യാസത്തിന് വലിയ നേതാവാകാൻ പറ്റും, എവിടെ എത്താൻ പറ്റും. അത് നെഹ്റുവിന്റെ കുടുംബമാകണം. ഗാന്ധി എന്നുള്ള പേര് മോഷ്ടിച്ചെടുത്തുകൊണ്ട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയും വേണം. ചേറ്റൂർ ശങ്കർ സാർ തൊട്ട് എല്ലാവരെയും ഇതേപോലെ ഒതുക്കിയ ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. കഴിവുള്ളവരെ, അതല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ളവരെ, രാഷ്ട്രീയത്തിൽ തന്റെ എല്ലാം നിസ്വാർത്ഥമായി വെടിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് ഏത് കാലഘട്ടത്തിലും തകർത്തിരുന്നു. അത് നെഹ്റുവിന്റെ കാലം മുതൽ അത് നെഹ്റുവിന്റെ പേഴ്സണൽ സ്വത്തായി മാറി എന്നുള്ളതിന്റെ മറ്റൊരു സാക്ഷ്യമാണ് അദ്ദേഹം ഇപ്പൊ മുന്നോട്ട് വെച്ചത്.
രണ്ട്, ഞാൻ അതിന്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സുപ്രിയ സുലെ ആയാലും അതേപോലെ തന്നെ നേരത്തെ അഡ്വക്കേറ്റ് രാംകുമാർ സാർ പറഞ്ഞതുപോലെ കനിമൊഴി ആയാലും അവർ BJP രാഷ്ട്രീയമല്ല, അവർക്ക് DMK രാഷ്ട്രീയം, BJP വളരെ ശക്തമായി എതിർക്കുന്ന DMKയുടെയും NCPയുടെയും രാഷ്ട്രീയ നേതാക്കളാണ് അവർ. ഈ കാലഘട്ടത്തിൽ തന്നെ ഇതിനെ എതിർത്തുമുണ്ട്. ഞാൻ ഇതും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് കോൺഗ്രസിന്റെ DNA-യിലുള്ളതാണ്. ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം കോൺഗ്രസിന്റെ DNA-യിലുള്ളതാണ്. ഞാൻ ഒരു 3 മിനിറ്റ് കൊണ്ട് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് ഇന്നും ഇന്നലെ മാത്രമുള്ളതല്ല. ഇത് ഇന്ന് ഇപ്പോ ഗൊഗോയിയെയോ അതല്ലെങ്കിൽ നസീർ ഹുസൈനെയോ ചെയ്ത കാലഘട്ടത്തിൽ മാത്രമല്ല, ഇത് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2011 ഒരു അറ്റാക്ക് ഉണ്ടാക്കിയപ്പോൾ അവിടെ പറഞ്ഞത് എന്താ, നിരന്തരമായി അവർ പറഞ്ഞ സുശീൽ ഷിൻഡെ പറഞ്ഞത് അത് ഹിന്ദു ടെറർ അറ്റാക്ക് എന്നല്ലേ 2011 സഞ്ജോത അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞത്, മൽഗോൺ സ്ഫോടനത്തെ കുറിച്ച് പറഞ്ഞത്. ഹിന്ദു നാഷണലിസ്റ്റ് ഫോഴ്സ്, RSS BJP പ്രൊമോട്ടഡ് ഹിന്ദു നാഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് രാജ്യത്തെ തകർക്കുവാനും ഇന്ത്യയെ ഒരു ഹിന്ദു മുസ്ലിം സംഘടനത്തിലേക്ക് എത്തിക്കുവാനും അന്നത്തെ പ്രതിരോധ ആഭ്യന്തരമന്ത്രി നേരിട്ട് ശ്രമിച്ചില്ലേ സുശീൽ കുമാർ ഷിൻഡെ? അത് മാത്രമാണോ? ആഗസ്റ്റ് 25-ാം തീയതി ചിദംബരം എന്താ പറഞ്ഞത്? അന്ന് പറഞ്ഞത് ദ സാഫ്രോൺ ടെറർ എന്നാണ് ചിദംബരം പറഞ്ഞത്. അപ്പോ മതത്തിന് പ്രശ്നമില്ല. അന്ന് ഹിന്ദു മതത്തെ, ഒരു കാവ്യയെ, സാഫ്രോനെ ഈ രാജ്യത്തിന്റെ തീവ്രവാദവുമായി ഡയറക്റ്റ് ബന്ധപ്പെടുത്തിയപ്പോ കോൺഗ്രസ്സുകാരന് പ്രശ്നമുണ്ടായിരുന്നില്ല. സാഫ്രോൺ ടെറർ എന്ന് പറഞ്ഞു. ദിഗ്വിജയ് സിംഗ് 26/11 പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനുയായി ആ കാലഘട്ടത്തിൽ അന്ന് എന്താ പറഞ്ഞത്? ഹിന്ദു ധർമ്മവാലെ ആതങ്കവാദി പക്കഡ് ഗയെ എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഈ കുറെ കാലങ്ങളായി ഇവർ നിരന്തരം ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനം ഉണ്ടായാൽ അത് ഹിന്ദുക്കളുടെ തലയിലും RSSന്റെയും BJPയുടെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഒരു ഹിന്ദു മുസ്ലിം അരക്ഷിതാവസ്ഥതയും ഒരു കലാപവും ഉണ്ടാക്കാൻ ഇവർ നിരന്തരം ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇന്നിവർ നിലകൊള്ളുന്നത് പാകിസ്ഥാന് വേണ്ടിയാണ്. എന്താണ് ഇത്തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് വാദ്ര പറഞ്ഞത്? The minority get uncomfortable. Hindus are making problem for all the Muslims. ഇതല്ലേ പറഞ്ഞത്? ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇങ്ങനെയൊക്കെ പറയാമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് കോൺഗ്രസിന്റെ DNA-യിൽ ഈ നേതാക്കളിൽ കാര്യമായ ഇന്ത്യ വിരോധം, അത് BJPയോടുള്ള വിരോധം, മോഡിയോടുള്ള വിരോധം, തകർക്കാൻ പറ്റാത്ത അവർക്ക് കിട്ടുന്ന ജനപിന്തുണയിലുള്ള ഇവർക്കുള്ള അപകർഷതാബോധമോ അപക്വമായ രാഷ്ട്രീയ ബോധമോ ഇന്ന് കോൺഗ്രസിനെ പൂർണ്ണമായും പാകിസ്ഥാന്റെ വലയിലെത്തിച്ചിരിക്കുന്നു. ഇന്ത്യ വിരുദ്ധതയാണ് ഇവരുടെ ബ്ലഡിൽ, ഓരോ മുക്കിലും ഓരോ അംശത്തിലുമുള്ളത്, ഓരോ ബ്ലഡിന്റെ ഓരോ തരിയിലുമുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇന്നും രാജ്യവിരുദ്ധ പ്രവർത്തനം നിരന്തരമായി ഈ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ചെയ്യുന്നതും അതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് യാതൊരു മടിയുമില്ലാതെ. ഇപ്പൊ നമുക്കറിയാം, ചൈനയുടെ നിന്ന് ഗിഫ്റ്റ് മേടിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തുർക്കിയിൽ പോയിട്ട് തുർക്കിക്കാരനെ പിടിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്രട്ടറിയേറ്റ് വയ്ക്കുന്നു. ഇതെല്ലാം എത്ര നാളായി ഇവർ ചെയ്യുന്നു? ഒരു കാര്യം എന്നോടൊരു കൂട്ടുകാരൻ പറഞ്ഞതുപോലെ, ഇവർ 100 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം പറയും. എന്നാൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാപക നേതാവിന്റെ ഫോട്ടോ പോലും സ്വന്തം കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിൽ വെക്കുവാൻ ധൈര്യമില്ലാത്ത ഒരു പാർട്ടിയായി അധപ്പതിച്ചു പോയില്ലേ? ഇവർക്ക് എന്തുകൊണ്ട് അത് പറ്റുന്നില്ല? 100 വർഷത്തെ ചരിത്രം പറയും, എന്നാൽ എന്തുകൊണ്ട് സ്ഥാപക നേതാവിനെ വെക്കുന്നില്ല? ഗാന്ധിയും നെഹ്റുവും അല്ലല്ലോ സ്ഥാപിച്ചത്. അപ്പൊ ഇവർക്ക് തന്നെ അറിയാം, ഇവരുടെ സ്ഥാപകർ തൊട്ട് ഇന്ന് അവസാനം വന്ന ഒരു വിദേശിയായ നേതാവ് വരെ ഈ കോൺഗ്രസിനെ തകർക്കുന്നു, ശ്രമിക്കുന്നു. കുറച്ചു കാലം സ്വാതന്ത്ര്യം കിട്ടുവാൻ ശ്രമിച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് കോൺഗ്രസ് എത്തി നിൽക്കപ്പെടുന്നത്. അതിലേക്ക് നമ്മൾ ഒന്ന് വരേണ്ടതുണ്ട്. രാജ്യവിരുദ്ധത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ DNA-യിൽ അലിഞ്ഞു ചേർത്തിരിക്കുന്ന ഘടകം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ സിംല കരാർ മുതൽ ഇങ്ങോട്ട് ഒന്ന് എടുത്തു നോക്കാം. കോൺഗ്രസിന്റെ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന രാജ്യവിരുദ്ധത, ഈ രാഷ്ട്രത്തോട് കൂറില്ലായ്മ, അതൊക്കെ കൂടി ഒന്ന് പരാമർശിച്ചു പോകേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ. വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ P. അനിൽകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രൊഫസർ അനിൽകുമാർ, ഈ ഘട്ടത്തിൽ നമുക്കൊന്ന് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് സിംല കരാർ. ഈ സിംല കരാറുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനുണ്ടായ നഷ്ടം. പക്ഷേ ഈ പഹൽഗാം, ഓപ്പറേഷൻ സിന്ദൂറൊക്കെ വരുന്ന സമയത്ത് ഈ ഇന്നലെയായിരുന്നെങ്കിൽ എന്തൊക്കെയോ ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഗീർവാണം വിളമ്പി നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ. പക്ഷേ സിംല കരാറിലൂടെ നമുക്ക് നഷ്ടമായതിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഘട്ടത്തിൽ ആവശ്യമില്ലേ? ലാഹോർ വരെ ചെന്നു നമ്മുടെ സൈന്യം, പക്ഷേ വെറും കൈയോടെ തിരിച്ചു പോരേണ്ടി വന്ന അന്നത്തെ സൈന്യത്തിൻ്റെ ഒരു ദുരവസ്ഥയൊക്കെയുണ്ട്. ആരുടെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, അതും ചരിത്രത്തിൽ ഇടം പിടിച്ച കാര്യമാണ് സിംല കരാർ എന്നുള്ളത്. അതൊന്ന് നമുക്ക് പരാമർശിച്ചു പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടായിട്ടുള്ളപ്പോൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോൾ
ആ സമയത്തൊക്കെ അവസാനം നമ്മുടെ സൈനികർ ഒരുപാട് കഷ്ടപ്പെട്ട്, അത് പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം പലപ്പോഴും വൈകിയായിരിക്കും കിട്ടുന്നത് തിരിച്ചടിക്ക് വേണ്ടിയുള്ളത്. അതിനുള്ളിൽ തന്നെ ധാരാളം ജീവൻ പൊലിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം അവർ ശക്തമായ നീക്കം നടത്തി. അതൊരു ഒരു വളരെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്നായിരിക്കും അവർ തുടങ്ങുന്നത് തന്നെ. അവിടെ നിന്നൊരു വലിയ നീക്കം നടത്തി ഒരു പ്രത്യേക സ്ഥലം കൈയടക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ പ്രദേശത്തേക്ക് എത്തിച്ചേരുമ്പോൾ, ഒടുവിൽ കരാറിന്റെ പേര് പറഞ്ഞ്, സമാധാന പേര് പറഞ്ഞു ഒത്തുതീർപ്പുണ്ടാക്കി ആ പഴയ പോകുന്ന സ്ഥലത്തേക്ക് പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പഴയ തരത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ, ശരിയാണ്, അന്തർദേശീയ തലത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയൊരു ത്യാഗം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അത് പലപ്പോഴും നമ്മുടെ സൈന്യത്തെ പോലും ഡീമോറലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം അവർക്ക് ഇതൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, നാളെ ഞങ്ങളോട് പഴയ സ്ഥലത്ത് പോയി നിൽക്കാൻ പറയും എന്നുള്ള ഇത് പലപ്പോഴും മേജർ രവിയുടെ പല സിനിമകളിലും ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പലപ്പോഴും സ്ഥലം പിടിച്ചെടുത്തതിന് ശേഷം തിരികെ പോകാൻ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പഴയ സ്ഥലത്തേക്ക് പോവുക സമാധാനത്തിന്റെ പേരിൽ. ഇപ്പോഴും പാകിസ്ഥാൻ ശ്രമിച്ചത് അത് തന്നെയാണ്. സിന്ധു നദിയല കരാറിൽ നിന്ന് ഭാരതം പിൻവാങ്ങും എന്നാണ് അവർ കരുതിയത്. ഒന്നാമത്തെ ദിവസത്തെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പിന്നീട് കാര്യങ്ങൾ പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഒടുവിൽ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്, അതല്ലെങ്കിൽ ആദ്യമേ തന്നെ ഞങ്ങൾ ഇതാ വെടി നിർത്തുന്നു തരത്തിലുള്ള സൂചനകളൊക്കെ നൽകിയത്, അവർ കരുതിയത് ഓക്കെ നമ്മൾ പഴയതുപോലെ അവരുമായിട്ടൊരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുകയും പഴയതുപോലെ നമ്മൾ മുൻപ് ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളൊക്കെ അതിൽ നിന്ന് പിന്നോക്കം പോകും എന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. എന്നാൽ നമ്മൾ അത് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസം അവരുടെ ആക്രമണം, അതായത് ഈ പറഞ്ഞ വാക്കുകൾ ലംഘിച്ചുകൊണ്ട് ആക്രമണം കടുപ്പിച്ചു. അപ്പോഴാണ് നമ്മളുടെ അവനാഴിയിലുള്ള അസ്ത്രങ്ങൾ എടുത്ത് പ്രയോഗിക്കാൻ നമ്മൾ തുടങ്ങിയത്. അതോടുകൂടി പാകിസ്ഥാന്റെ കണക്കൂട്ടലുകളെല്ലാം പിഴയ്ക്കുകയും അവർ കൂടുതൽ എന്താ പറയുക, നമ്മളോട് കേണപേക്ഷിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇവിടെ പലപ്പോഴും ഇപ്പം അന്തർദേശീയ നമ്മുടെ ഈ ജമ്മു കാശ്മീർ വിഷയത്തെ ആരാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു അന്തർദേശീയ പ്രശ്നമാക്കി മാറ്റിയത് എന്നുള്ളത് പലപ്പോഴും ജവഹർലാൽ നെഹ്റുവിനെതിരെ വിമർശനമായിട്ട് ഉയരുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. തെറ്റുകൾ പറ്റാത്ത മനുഷ്യരല്ല. ഒരുപക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ ജവഹർലാൽ നെഹ്റു അങ്ങനെ ചെയ്തു, അതുകൊണ്ട് അദ്ദേഹം ചെയ്തത് എല്ലാം തെറ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ നിരന്തരമായി ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ടിബറ്റിന്റെ കാര്യം എടുത്ത് നോക്കുക. ടിബറ്റ് ചൈനീസ് ആക്രമണത്തിന് മുതിരുന്നു എന്ന് കണ്ട ഉടനെ തന്നെ അയ്യോ ടിബറ്റ് ഞങ്ങളുടേതല്ലേ എന്ന് പറഞ്ഞ് വെച്ചൊഴിഞ്ഞ ഒരു രാജ്യമാണ് ഭാരതം. പലപ്പോഴും നമ്മൾ വളരെ ഡിഫൻസീവ് മൂഡിലായിരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പ്രതിരോധ നിരയിലായിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോഴും അങ്ങോട്ട് ആക്രമിക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ ദേശ താല്പര്യത്തെ അതിന് മുകളിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും നമ്മൾ വേണ്ടത്ര കാര്യമായി പരിശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. ആ ഒരു പാരമ്പര്യം തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും പുലർത്തുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാഹുൽ ചോദിച്ചിരിക്കുകയാണ്, എത്ര യുദ്ധവിമാനങ്ങൾക്ക് കേടുപറ്റി, എത്ര നശിച്ചു പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഈ രാജ്യത്തോടുള്ള രാഹുലിന്റെ വികാരം എന്തെന്ന് ഏറ്റവും ഒടുവിൽ കൂടി ബോധ്യപ്പെടുകയാണ്. കോൺഗ്രസ് സഹയാത്രികൻ ബി റെജിയിലേക്കാണ്. ബി റെജി, 140 വർഷത്തെ പാരമ്പര്യം പേരുന്ന ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഈ രാജ്യത്തോട് ചെയ്ത ചതികൾ കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത് സിംല കരാറിനെ കുറിച്ചായിരുന്നു. അന്ന് ലാഹോർ വരെ ചെന്നു, പിന്തിരിഞ്ഞ് സൈന്യത്തിന് തിരിച്ചു പോകേണ്ടി വന്നു. ആരുടെ നിർദ്ദേശപ്രകാരം? ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം 93,000 പാക് യുദ്ധ തടവുകാരെ മോചിപ്പിച്ചു കൊടുത്തു. പക്ഷേ അപ്പോഴും നമ്മുടെ ജയിലിൽ കഴിയുന്ന 54 ഇന്ത്യക്കാരെ, പാകിസ്ഥാൻ ജയിലിൽ കഴിയുന്ന 54 ഇന്ത്യക്കാരുടെ കാര്യം വിട്ടുപോയി ഇന്ദിരാഗാന്ധി. കേരളത്തിൽ തന്നെയുണ്ട്, നിലമ്പൂർ കോവിലകത്തെ പൈലറ്റായിരുന്ന ഉണ്ണിത്താൻ, അദ്ദേഹത്തെ ആ വീട്ടുകാർ കണ്ടിട്ടില്ല. പാകിസ്ഥാൻ ജയിലിൽ കിടന്നാണ് അദ്ദേഹം മരിക്കുന്നത്. അങ്ങനെ രാജ്യത്തോട് ഏതെങ്കിലും വിധത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഒക്കെ എത്രത്തോളം ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ ഇടം പിടിച്ച സംഗതിയാണ്. പീർപ്പാഞ്ചാൽ, പഞ്ചാബ്, സിന്ധ് ഇതൊക്കെ നമ്മുടെ കൈകളിലേക്ക് വരുന്ന ഒരു സമയത്താണ് ഈ ഓപ്പറേഷൻ നിർത്തി മടങ്ങാൻ സൈന്യത്തോട് ആവശ്യപ്പെടുന്നത്. ഈ ചതിക്ക് ഇപ്പോഴെങ്കിലും മറുപടി പറയണ്ടേ റെജി? നീലിമ, നിങ്ങൾക്ക് എങ്ങനെ ഇത്ര കോൺഗ്രസ് വിരുദ്ധത പറയുവാൻ നിങ്ങളുടെ നാവിൻ തുമ്പിന് കഴിയുന്നു എന്ന് നമ്മുടെ രാജ്യത്തിന് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങി നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തന്ന ഈ രാഷ്ട്രീയ പാർട്ടിയോട് ഇത്ര വിദ്വേഷം നിങ്ങൾ പുലർത്തുന്നത് എന്താണ്? എന്താണ് രാഷ്ട്രീയമായ ഒരു അന്ധത എന്തുകൊണ്ടാണ് ബാധിച്ചിരിക്കുന്നത്? ഇത്ര സങ്കുചിതമായിട്ട് എന്താണ് ചിന്തിക്കുന്നത്? കോൺഗ്രസിന്റെ ആദർശത്തെക്കുറിച്ച് നീലിമയ്ക്ക് അറിയാമോ?
കോൺഗ്രസ് ദേശീയതയിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്, കോൺഗ്രസ് സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്, കോൺഗ്രസ് ഇൻക്ലൂസീവ് ഗ്രോത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്, കോൺഗ്രസ് സെക്കുലറിസത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. ആ കോൺഗ്രസ് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഏതറ്റം വരെയും പോകാൻ സന്നദ്ധമായിട്ടുള്ള പാർട്ടിയാണ്. അതുപോലെ ഭീകരപ്രവർത്തനത്തിന്റെ ഇരകളായി അത് അനുഭവിക്കേണ്ടി വന്ന രണ്ട് രാഷ്ട്ര നേതാക്കന്മാരെ സംഭാവന ചെയ്ത പാർട്ടിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. നോക്കൂ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. സെൽഫ് ഗോളാണ് പലപ്പോഴും നീലിമയുടെ ഭാഗത്തു നിന്ന് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പാർലമെന്റിൽ പറഞ്ഞു POK എവിടെ? ഇപ്പോ എന്തുകൊണ്ട് നിങ്ങൾ ഒരു സീസ് ഫയർ നിർത്തി? എന്തുകൊണ്ട് POK നമുക്ക് ലഭിച്ചില്ല? നമ്മൾ അത് മാത്രമാണോ ഈ സീസ് ഫയർ ആദ്യം പ്രഖ്യാപിച്ചതാണ്? ഈ വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിച്ചതാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. നീലിമ ഒറ്റ കാര്യം, വിദേശകാര്യ സെക്രട്ടറിയുടെ ഇന്ന് റിലീസായ ആ പത്രസമ്മേളനത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തലിനെ സംബന്ധിച്ച് എന്താണ് നീലിമ പറയാനുള്ളത്? അതിലൊരു വെളിപ്പെടുത്തലുമില്ല. നിങ്ങളുടെ നേതാവ് പറഞ്ഞത് ANI ആ ട്വീറ്റ് തന്നെ ഡിലീറ്റ് ചെയ്തു എന്നതാണ്. ANI വളരെ കൃത്യമായി ഇപ്പോഴും ജയശങ്കർ പറഞ്ഞത് അവിടെ കിടക്കുന്നുണ്ട്. അങ്ങേക്കൊന്ന് വിശദീകരിക്കാം PR ശിവശങ്കർ. ANIയുടെ ട്വീറ്റ് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. നിങ്ങളുടെ നേതാവ് പറഞ്ഞത് അത് ഡിലീറ്റ് ചെയ്തു എന്നാണ്. സോഫിയ ഖുറേഷിക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയവർക്കെതിരെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ BJP മന്ത്രിക്കെതിരെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? അത് വളരെ കൃത്യമായ നടപടി എടുത്തിട്ടുണ്ട് ആ BJP മന്ത്രിക്കെതിരെ. PR ശിവശങ്കർ, അങ്ങേക്ക് മറുപടി പറയാം. ഞാനിപ്പോ രണ്ട് സെൽഫ് ഗോളിനെ കുറിച്ച് പറയാം. നീലിമോട് സെൽഫ് ഗോൾ ചോദിച്ചപ്പോ റെജി പറഞ്ഞ സെൽഫ് ഗോളിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഒന്ന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്ത രാഷ്ട്രീയ പാർട്ടി, അതുപോലെ തന്നെ വലിയ രീതിയിൽ ബാക്കി കോൺഗ്രസിന്റെ ഒരേ നേട്ടങ്ങൾ പറഞ്ഞു. ഞാൻ വിചാരിച്ചു റെജി 1900 ജനാധിപത്യത്തിനെ വിശ്വസിച്ചുകൊണ്ട് നടത്തിയ, ഇന്ദിരാഗാന്ധി നടത്തിയ ജനാധിപത്യ വിശ്വാസത്തിലെ നേട്ടങ്ങൾ അതും അദ്ദേഹം പറയും. ജനാധിപത്യത്തിലുള്ള വിശ്വാസം, പിന്നെ കുടുംബാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ലോകത്തിലെ ഒരേ ഒരു പാർട്ടി എന്നും കൂടെ പറയുമോ എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം അത് രണ്ടും പറഞ്ഞില്ല. അദ്ദേഹം അടിച്ച സെക്കൻഡ് സെൽഫ് ഗോള്, ലോകത്തില് 2 പേരെ തീവ്രവാദത്തിനെതിരായി പ്രവർത്തിച്ചുകൊണ്ട് ബലി കൊടുത്ത 2 പേരെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് സത്യത്തില് BJP-ക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞേനെ? BJP-യുടെ 2 നേതാക്കളെയാണ് ഇവർ കൊന്നെങ്കിൽ എന്തുകൊണ്ട് തീവ്രവാദികൾ സ്വന്തം വീട്ടിൽ കയറി ബോംബ് വെച്ചപ്പോഴും വെടിവെച്ച് കൊന്നപ്പോഴും നിങ്ങൾക്ക് ഇന്റലിജൻസ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് ലാപ്സ് ആയില്ല എന്നല്ലേ ചോദിക്കണ്ടേ? ഇവരിതല്ലേ ചോദിച്ച്? 20 മീറ്റർ കടന്നു വന്നപ്പോ സെക്യൂരിറ്റി ലാബ്സ്, സ്വന്തം വീട്ടിൽ തോക്കുമായിട്ട് വന്ന് തീവ്രവാദികൾ വെടിവെച്ച് വന്ന ഇന്ദിരാഗാന്ധി, രാഷ്ട്രത്തിന്റെ വലിയ നേതാവ്, ദ പവർഫുൾ ലേഡി എന്നൊക്കെ പറയും. ഇതല്ലേ സെൽഫ് ഉരുക്ക് വനിത എന്നൊക്കെ പറയും. സ്വന്തം കുടുംബത്തിലെ ആരാണ് കയറിയിരുന്ന് വെടിവെച്ച് കൊല്ലാൻ പോണെന്ന് അറിഞ്ഞൂടാ. സ്വന്തം കൂടെയുള്ളവര് ബോംബ് വെച്ചപ്പോ ഓടിക്കളഞ്ഞു മറ്റൊരാളുടെ, അതറിഞ്ഞില്ല. എന്നിട്ട് അതെല്ലാം വലിയ കാര്യങ്ങളായിട്ട് പറഞ്ഞു. അപ്പൊ സെൽഫ് ഗോൾ അടിക്കുമ്പോൾ ഇങ്ങനെ നിരന്തരം ഒരു ദിവസം 2, 3 ഒക്കെ അടിക്കരുത്, ഒരെണ്ണം ഒരു ദിവസം വെച്ച് എന്നുള്ള കണക്ക് ദയവായി തുടരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2, ഈ 1998 നമുക്കറിയാം ഇവിടെ ഭാരതീയരുടെ ഈ 98 പാകിസ്ഥാൻ 2ാമത് അണുബോംബ് സ്ഫോടനം നടത്തിയത്. പക്ഷേ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഇന്ദിരാഗാന്ധി 1974 ഭാരതീയരുടെ പണവും ആയുസ്സും ബുദ്ധിയും കഴിവും എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ നടത്തിയ അണുബോംബിന്റെ ആ രഹസ്യം അത് ഒരു ദാനമെന്നോണം പാകിസ്ഥാന് വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ ചരിത്രം നമ്മുടെ മുന്നിലില്ലേ? എത്ര കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യ മുടക്കിയത്? അതിന്നും വന്നിട്ടുണ്ട്. വിക്കിലീക്സ് പുറത്തുവിട്ട ആ ഡോക്യുമെന്റ് ഇന്ന് ചർച്ചാ വിഷയമാണ് മാധ്യമങ്ങളിൽ. നമ്മളടക്കം വാർത്ത നൽകിയിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയാണ്. സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് ഭാരതത്തിന്റെ ആണവ രഹസ്യങ്ങൾ അടക്കം ചോർത്തി കൊടുക്കാൻ ഈ ഉരുക്ക് വനിത തയ്യാറായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ശ്രീ റെജി, താങ്കൾ അതൊക്കെ ഒന്ന് കേൾക്കണം. ഈ രാജ്യത്തോട് ചെയ്ത കൊടുംചതികൾ കോൺഗ്രസ് ചെയ്തത് അതും കൂടി ഒന്ന് കേൾക്കണം. ശ്രീ ശിവശങ്കർ, ഒരു സെക്കൻഡ്, ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങുവിന്റെ പ്രശ്നങ്ങൾക്കൊന്ന് മറുപടി പറയട്ടെ. അപ്പോ ഇത് സൂചിപ്പിക്കുന്നത്
ഇന്ത്യയിൽ സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ നമ്മളുടെ നേട്ടങ്ങൾ, അതിനെ നമുക്കറിയാം 1974 അത് ചോർത്തി കൊടുക്കാൻ ശ്രമിച്ചു. അതിനുശേഷം വാജ്പേയി അത് വീണ്ടും അതിന്റെ ഏറ്റവും നല്ല ടെക്നോളജി സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ നിരന്തരമായി അന്ന് പ്രമോദ് മഹാജനെ അടക്കം വിളിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞത് ഇന്ത്യ ഇത് തകരാൻ പോകുന്നു. ഇന്ത്യക്കെതിരെ അമേരിക്കയും അന്ന് ബ്രിട്ടനുമെല്ലാം നടത്തിയ വലിയ പ്രകോപനപരമായ പ്രസംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെസ്റ്റേൺ രാജ്യങ്ങൾ ഇതാ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്നു, ഇന്ത്യക്ക് ടെക്നോളജി കിട്ടില്ല, ഇന്ത്യ ഇതാ ഒരു തകർന്നടിയാൻ പോകുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് വാജ്പേയിയെയും പ്രമോദ് മഹാജനെയും വെങ്കയ്യ നായിഡുവിനെയൊക്കെ തകർക്കുവാൻ നോക്കിയില്ലേ ഇവര്? അന്ന് BJP എന്താ പറഞ്ഞത്? ഈ BJP രാജ്യത്തിനെതിരെ, ഇന്ത്യക്കെതിരെ മറ്റു രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഉപരോധത്തിന് ശ്രമിച്ചാൽ തകരുക ആ രാജ്യമാണെന്ന് പറഞ്ഞില്ലേ? പ്രമോദ് മഹാജൻ ഒരു പടിയും കൂടെ പറഞ്ഞു, ബ്രിട്ടൻ, ദ തേർഡ് വേൾഡ് കൺട്രി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദെയർ ബിസിനസ്. അവരുടെ കാര്യം അവർ നോക്കട്ടെ, അവരാണ് മൂന്നാം ഘട്ട രാജ്യം, മൂന്നാം ലോകശക്തി എന്ന് പറഞ്ഞു. ഞങ്ങൾ അത്തരത്തിലല്ല, ഞങ്ങൾ വികസിത രാജ്യമാണെന്ന് അന്നേ പറയാൻ ചങ്കൂറ്റമുള്ള നേതാക്കളാണ് BJPക്ക് ഉണ്ടായിരുന്നത്. ഒരു സംശയവുമില്ല, അതിന്ന് തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ത്യ കൃത്യമായി ഇന്ത്യയുടെ എക്കണോമിക്കൽ അഫയർ ആയാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അതിന് ശക്തമായ നേതൃത്വമുണ്ട്. പക്ഷെ കാലാകാലങ്ങളിൽ ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകൾ, നെഹ്റു അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ ചൈനയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം സ്ഥലങ്ങൾ, ഇന്നിപ്പോ ജയശങ്കറിന്റെ ധാരാളം ട്വീറ്റുകളും ഡീറ്റെയിലും ഉണ്ട്, ഏത് കാലഘട്ടത്തിലാണ് നമുക്ക് ആ ചൈനീസ് മേഖലകളിൽ പൂർണ്ണമായ തകർച്ചയും ചൈന കയറിക്കൂടിയതും എന്നുള്ള കണക്കുകൾ ഇന്ത്യൻ പാർലമെന്റിലുണ്ട്. അതുപോലെ തന്നെ POKയുടെ കാര്യത്തിലാണെങ്കിൽ, അതുപോലെ തന്നെ ഇവിടെ കാർഗിൽ വാർ നടന്നപ്പോ നിരന്തരമായി ഇന്ത്യയെ അപമാനിക്കുകയും ഇന്ത്യൻ പട്ടാളത്തെ മാനസികമായി തകർക്കുന്ന രീതിയിലല്ലേ കോൺഗ്രസ് നിരന്തരമായി ആക്രമിച്ചത്? അതിനുശേഷം കോൺഗ്രസ് നമ്മളോട് പറഞ്ഞത് എന്താ? ഇവിടെ മറ്റൊരു ഏത് അറ്റാക്കുകൾ ഉണ്ടാകുമ്പോഴും കോൺഗ്രസ് നിരന്തരം പറഞ്ഞിരുന്നത് അത് BJPയും നരേന്ദ്രമോദിയും ഇത്തരത്തിലുള്ള ആർമികളിലെ തകർത്തുകൊണ്ട് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നല്ലേ നിരന്തരമായി പറഞ്ഞത്? അതിനുശേഷം ഇന്ത്യ അവിടെ പോയിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിയപ്പോൾ, ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ അവിടെ 2 മരങ്ങൾ വീണു, അതിനെന്ത് തെളിവ് എന്ന് ചോദിച്ചവരല്ലേ? അപ്പൊ നിരന്തരമായി ഏത് കാലഘട്ടത്തിലും ഇന്ത്യ പാകിസ്ഥാനെ നേരിടുമ്പോഴും ചൈനയെ നേരിടുമ്പോഴും നിരന്തരം ഇന്ത്യക്കെതിരെ ആണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ദ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി, ഈ നാടിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടി, ഈ സ്വാതന്ത്ര്യത്തെ തങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ അത് രാജ്യത്തിന് മുഴുവനെ വിറ്റുകൊണ്ട് പാകിസ്ഥാനും ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇറ്റലിക്കും വിൽക്കുന്ന ഒരു ചരിത്രമുള്ള പാർട്ടിയായി മാറിയിരിക്കുന്നു. അതിന്റെ തെളിവുകളാണ് വരുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന് ആറ്റമിക് ബോംബിന്റെ ടെക്നോളജി നൽകുവാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായിരുന്നു എന്നുള്ള ഏറ്റവും വിശ്വസനീയമായ വാർത്ത, അമേരിക്കയിലേക്ക് അയച്ച കേബിളിന്റെ വാർത്ത ഇന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഉരുക്കു വനിതയായാലും അവരെന്താ ഉരുക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത്തരം വനിതകളെ പേര് വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയെ മുഴുവൻ ഉരുക്കി വിൽക്കുവാനുള്ള ശ്രമമാണ് ഈ നേതാക്കൾ ചെയ്യുന്നത്. ഇപ്പോൾ തുരുമ്പ് വനിതയാകുന്ന ലക്ഷണമാണ് നമ്മൾ കാണുന്നത്. കാതറിൻ ഫ്രാങ്കിന്റെയൊക്കെ പുസ്തകം വീണ്ടും വിപണികളിൽ ഇങ്ങനെ വന്ന് നിറയുകയാണ്. ഈ ഉരുക്കു വനിത ഇനി തുരുമ്പ് വനിതയാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. രാംകുമാർ സർ, ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റ് ശക്തികൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നക്സലൈറ്റുകളെ സഹായിക്കുന്ന ഒരു നിലപാട് കൂടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുകയാണ്. ഇവിടെ സീസ് ഫയർ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കുന്ന ചില സംഘടനകൾ കഴിഞ്ഞ ദിവസം രാഹുലിനെ കാണുകയാണ്. അതായത് രാജ്യവിരുദ്ധ ശക്തികൾക്ക് അഭയമാകാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുകയാണോ ഇപ്പോൾ? വളരെ ചുരുക്കി അങ്ങയുടെ മറുപടി. ആർക്കും ഇതിലൊന്നും അത്ഭുതമില്ല. ഇവിടെ എൻ്റെ സുഹൃത്ത് 140 കൊല്ലത്തെ പാരമ്പര്യം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു രാജ്യം മുഴുവൻ ഇന്നും ആദരിക്കുന്ന, കോൺഗ്രസ്സുകാർ ആദരിക്കാത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം ഏത് ഇന്ത്യക്കാരനും കൊതിക്കുന്ന ICS പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ഇവിടെ വന്ന് സ്വാതന്ത്ര്യ സമരം. അദ്ദേഹത്തിന് എന്ത് പറ്റി? അദ്ദേഹത്തെ പാർട്ടി പ്രസിഡന്റായി അനുവദിച്ചോ? ആരാണ് അതിന് കൂട്ടുനിന്നത്? ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പാരമ്പര്യത്തെ പറ്റി പറഞ്ഞാൽ അസൗകര്യമുള്ള ഒരുപാട് ചോദ്യങ്ങൾ വേണ്ടി വരും. പോട്ടെ, അതൊക്കെ പോട്ടെ.
തന്റെ സ്വത്ത് മുഴുവൻ കുടുംബത്തിന് കൊടുത്ത് രാജ്യത്തിന് സമയം തീരെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒന്ന് പി ആർ ശിവശങ്കറിലേക്ക് പോയിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്തു. ഒരു അത്ഭുതമില്ല. എനിക്ക് ആകെ അത്ഭുതമുള്ളത് ഇവിടെ മാർക്സിസ്റ്റുകാരാണ് ഈ രാജ്യദ്രോഹത്തിൽ ഏറ്റവും മുൻപന്തിയിൽ എത്തുന്നത്. ഒരു കാലഘട്ടത്തിൽ ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോ ഇന്ത്യൻ സൈനികർക്ക് രക്തം കൊടുത്തതിന് ഒരു നേതാവിനെ രാഷ്ട്രീയ ഇന്ദിരാഗാന്ധിയെ സംബോധന ചെയ്തത് എപ്രകാരമാണെന്ന് അറിയാമല്ലോ. ഇപ്പോ മാർക്സിസ്റ്റുകാരെ നക്സലൈറ്റുകളെ ഇന്ന് കോൺഗ്രസും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അനുകൂലിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒരു രാജ്യം മുഴുവൻ ഒരൊറ്റക്കെട്ടായി നക്സലൈറ്റിനെയും തീവ്രവാദികളെയും പാക് സൈനികരെയും ആക്രമിക്കുമ്പോഴും അവരെ തകർക്കടിയുമ്പോഴും ഒരു രാജ്യത്തിന്റെ കൂടെ നിന്നുകൊണ്ട് അതിന്റെ പ്രതിപക്ഷ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന വലിയ ചോദ്യമാണ് ജന ഡിബേറ്റ് ഉയർത്തിയത്. രാഷ്ട്രമാണോ രാഷ്ട്രീയമാണോ വലുത് എന്ന ചോദ്യം ജന ഡിബേറ്റ് മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. നമസ്തേ.